പിന്നെ ഭൂമിയിൽ വെള്ളമില്ല നബിയേ. ഭൂമിയിലെ സമുദ്രം മുഴുവനും കത്തിപ്പോകുമെന്ന് പറഞ്ഞിട്ടോ നരകത്തെ സംബന്ധിച്ച് ജിബ്രീൽ വാചാലരാകുന്നു. അല്ലാ, എന്റെ കടുവയിലെ സഹോദരാ, അനുഗ്രഹീതനായ റൂഹിയായ പിതാവ് ഞങ്ങളുടെ കടുവയിൽ തങ്ങളെന്ന മഹാനുഭാവന്റെ ചാരത്തിരുന്നുകൊണ്ട് നരകത്തിന്റെ ആരവങ്ങളെന്ന വിഷയം ശ്രമിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മളറിയാത്ത, നമ്മുടെ മുമ്പിൽ നബി തങ്ങൾ വെളിവാക്കി തരാത്ത നരകത്തിന്റെ എന്തൊക്കെയോ വിവരണങ്ങൾ ജിബ്രീൽ വിവരിച്ചു കൊടുക്കുന്നു. ആ വിവരണങ്ങൾ കൊണ്ട് ജിബ്രീൽ വാചാലമായി കൊണ്ടിരിക്കെ ലോകത്തിന്റെ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജിബ്രീലിന്റെ സംസാരം നിർത്താ അവിടത്തെ ശറഫാക്കപ്പെട്ട കൈത്തലം കൊണ്ട് ആംഗ്യം കാണിക്കുന്നു. അവിടുന്ന് വിളിച്ചു പറഞ്ഞു, ജിബ്രീൽ ഹസ്ബി യാ ജിബ്രീൽ, ഹസ്ബി യാ ജിബ്രീൽ, ലാ യൻസദു ഖൽബി ഫഅമൂത്. നരകം ചില്ലറയല്ല സഹോദരാ. ആ വിവരങ്ങൾ കേൾക്കാനുള്ള ശരാശരി കൽബുറപ്പ് പോലും ചങ്കുറപ്പ് പോലും നമുക്കില്ല. അതുകൊണ്ടാണ് ലോകത്തിന്റെ മുത്ത് നമുക്ക് വെളിവാക്കി തരാത്തത്. അവിടെന്ന് വിളിച്ചു പറഞ്ഞു, ജിബ്രീൽ ഹസ്ബി യാ ജിബ്രീൽ, മതിയാക്കണോ ജിബ്രീൽ, നരകത്തെ കുറിച്ച് എനിക്കിനി കേൾക്കണ്ട, എനിക്കിനി വിവരിച്ചു തരണ്ട. ഇസ്ലാമി ഇന്നലനാ മിനൽ ഇനായത്തി റൂഹൻ ഗൈറ മുൻഹദിബി ലമ്മാ ദഅ അല്ലാഹു ദാഇനാ ലിത്വാഅതിഹി بأكرم الرسل كنا أكرم الأمم. ലോകത്തിന്റെ മുത്ത് ഹബീബ് പൊട്ടിക്കരയുന്നു. അവിടെന്ന് പറഞ്ഞു, ജിബ്രീൽ എനിക്കിനി നരകത്തെ കേൾക്കണ്ട. ലാ യൻസദു ഖൽബി, എന്റെ കൽബ് താകില്ലടോ ജിബ്രീൽ, നിന്റെ നരകത്തെ കുറിച്ചുള്ള വിവരണം താകാ എന്റെ കൽബിന്റെ കഴിയില്ലടോ ജിബ്രീൽ. എന്റെ ഹൃദയം പൊട്ടിപ്പോകുമടോ ജിബ്രീൽ, ഹൃദയം പൊട്ടി ഞാൻ മരിച്ചു പോകുമടോ ജിബ്രീൽ എന്ന് ലോകത്തിന്റെ മുത്ത് ഹബീബ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് വിളിച്ചു പറയുമ്പോ ആരാണ് മുത്തുനബി എന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് കേൾക്കണോ? സ്വന്തം ഭാര്യമാരോടൊത്ത് ലൈംഗികമായ അനുഗ്രഹത്തിന് ഏർപ്പെടുന്ന നേരത്ത് 40ഓളം വരുന്ന ധീരയോദ്ധാക്കളുടെ ധർമ്മസമര പോരാളികളുടെ പവർ കൊണ്ട് അനുഗ്രഹീതമാണ് നബി തങ്ങളുടെ തിരുശരീരമെങ്കിൽ അവിടത്തെ കൽബിന്റെ പവർ എത്രയാണ്? ആ കൽബുള്ള നബിയാണ് പറഞ്ഞത്, ജിബ്രീൽ ലാ യൻസദു ഖൽബി, എന്റെ കൽബ് താകില്ലടോ. ഹൃദയം പൊട്ടിപ്പോകുമെന്റെ, അതുകൊണ്ട് എനിക്ക് വിവരിച്ചത്. കുടുംബത്തിൽ പിറന്ന മാന്യതയുള്ള പെൺകുട്ടികൾ പോലും നടന്നു പോകുമ്പോൾ അവരുടെ ശരീരങ്ങളെ ഒപ്പിയെടുക്കുന്ന ഈ കണ്ണുകളുണ്ടല്ലോ, ഈ കണ്ണുകൾ അല്ലാഹുവിന്റെ കത്തിയെരിയുന്ന നരകത്തിന്റെ പിറകുകളാ മക്കളെ. അതുകൊണ്ട് വേണോ വേണ്ടയോ എന്ന് ഇവിടെ വെച്ചുകൊണ്ട് ആലോചിച്ചോ, ഇവിടെ വെച്ചുകൊണ്ട് ചിന്തിച്ചോ. സ്വന്തം ഭർത്താക്കന്മാർക്ക് വിലയില്ലാത്ത തരത്തിൽ കുടുംബ ബന്ധങ്ങളുടെ കടക്കൽ കത്തിവെച്ചുകൊണ്ട് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി സ്വന്തം ഭർത്താക്കന്മാരെ സ്വന്തം ഇംഗിതത്തിൽ നിർത്താൻ വേണ്ടിയിട്ട് അവന്റെ കുടുംബ ബന്ധങ്ങൾ മുഴുവനും ഇല്ലായ്മകളും കള്ളത്തരങ്ങളും ചമച്ചു കെട്ടിയിട്ട് കുടുംബ ബന്ധങ്ങളുടെ കടക്കൽ കത്തിവെച്ചുകൊണ്ട് 100% ശിഥിലമാക്കി കളയുന്ന എന്റെ പൊന്നുപെങ്ങളെ, ഈ നാവ് കോടിക്കണക്കിന് വർഷം അല്ലാഹുവിന്റെ നരകത്തിന്റെ കത്തിയരിക്കപ്പെടുന്ന വിറകാണ്. കഴിയുമോ നിനക്ക് താങ്ങാൻ? കഴിയുമെങ്കിൽ നിനക്ക് പ്രവർത്തിക്കാം, ഇല്ലേ
സുന്ദരമായി ജീവിച്ചവര് പോലും പൊട്ടിക്കരഞ്ഞു ഈ നരകത്തെ പേടിച്ചെങ്കിൽ. എന്തൊക്കെ അതിക്രമങ്ങളാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പറയാതിരിക്കാൻ നിർവാഹമില്ല. പ്രായത്തിൽ മുതിർന്നവർക്ക് ലെവലേഷൻ സ്ഥാനമില്ല. ഇതൊക്കെ ഞങ്ങളൊക്കെ സാധാരണമായി രാത്രികൾ മജ്‌ലിസുകളുമായി ബന്ധപ്പെടുന്നവരും ഒരുപാട് മോമിനിയങ്ങളെ കാണുന്നവരുണ്ട്. പലരുടെയും ദുഃഖങ്ങളായി പറയുന്നത്, വാപ്പയ്ക്ക് ഒരു 50 വയസ്സ് വന്ന വാപ്പ ചവറ്റുകുട്ടയിലെ അക്ഷരാർത്ഥത്തിൽ. മകനൊന്ന് പെണ്ണ് കെട്ടിപ്പോയ ഉമ്മ വീട്ടിന്റെ ഉള്ളറയിലെ അടുക്കളയുടെ പുകമറത്ത് പൊട്ടിക്കരയേണ്ടവളാ. അവളുടെ കരച്ചിലുകൾ കൊണ്ട് ശാപമുഖമായി തീരും പൊന്നുമോനെ നിന്റെ ജീവിതം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹുദൈഫത്ത് ബിനുൽ യമാൻ റളിയല്ലാഹു അൻഹു ചെന്ന് നോക്കുമ്പോൾ പൊട്ടിക്കരയുകയാ. ചോദിച്ചപ്പോൾ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞ ആ വിവരണങ്ങളുടെ കൂട്ടത്തിൽ പറഞ്ഞു, ഇനി ഒരു കാലം വരാനുണ്ട് ഹുദൈഫ, ആ കാലഘട്ടത്തിൽ മുതിർന്നവർക്ക് 5 പൈസയുടെ വില ഉണ്ടാകില്ല. അത് ബാപ്പയാകട്ടെ ഉമ്മയാകട്ടെ ആരുമാകട്ടെ. ആലോചിച്ചു നോക്കുക. ഇവിടെയാണ് വ്യത്യസ്തമായ അനുഗ്രഹീതമായ ഈ KTCTയുടെ അനുഗ്രഹീതരായ ചുണക്കുട്ടികൾ അനുഗ്രഹീതമായി മജ്‌ലിസിൽ വെച്ച് മുതിർന്നവർക്ക് വേണ്ടിയിട്ടുള്ള വസ്ത്രാഭിഷേകത്തിലൂടെ വസ്ത്രധാരണങ്ങളും അതുപോലെ തന്നെ അവർക്ക് പ്രത്യേകമായ പരിവേഷങ്ങളും പാരിതോഷികങ്ങളും നൽകിക്കൊണ്ട് ഈ അനുഗ്രഹീതമായ നാട്ടിലുള്ള മക്കൾക്ക് സ്വന്തം ബാപ്പമാരോട് എങ്ങനെ പെരുമാറണമെന്ന്, സ്വന്തം ഇമ്മമാരോട് എങ്ങനെ പെരുമാറണമെന്ന് അനുഗ്രഹീതമായി മജ്‌ലിസിൽ വെച്ചുകൊണ്ട് ആത്മീയ പിതാവായ മഹാനായ കടുവൈത്തങ്ങൾ എന്ന മഹാനുഭാവന്റെ ചാരത്ത് വെച്ചുകൊണ്ട് അനുഗ്രഹീതമായി മജ്‌ലിസിൽ വെച്ച് നടത്തപ്പെട്ട ഈ അനുഗ്രഹീത പ്രവർത്തനങ്ങൾ അതൊരു മാതൃകയാകട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ. അബൂ റബീഅ മനസ്സ് തുറക്കുകയാണെങ്കിൽ ഈ അക്ഷര കേരളത്തിലെ യുവത കണ്ടുപിടിക്കട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വീകരിക്കുമാറാകട്ടെ. അർഹമായ പ്രതിഫലം നൽകി അവരെ മുഴുവനെയും അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒന്ന് ഓർത്തു നോക്കുക. നബിത്തങ്ങൾ അങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇടിമുഴക്കം പോലത്തെ തേങ്ങൽ കേൾക്കുന്നുണ്ട്. ഇടിമുഴക്കം പോലത്തെ തേങ്ങൽ കേട്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരച്ചിൽ നിർത്തിയിട്ട് തിരിഞ്ഞു നോക്കി, എവിടെ നിന്നാണാവോ ഈ കരച്ചിൽ, ആരാണാവോ ഈ നിലവിളിക്കുന്നതെന്നും പറഞ്ഞ് നബി തങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോ ആരാ കരയണെന്നറിയോ പ്രിയപ്പെട്ടവരെ? ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫഅലൂന മാ യുഅമറൂൻ. അല്ലാഹുവിന്റെ ജുനൂദുള്ള, അല്ലാഹുവിന്റെ സൈനിക വ്യൂഹമെന്ന് വിശേഷിപ്പിക്കപ്പെട്ട അല്ലാഹുവിന്റെ ആകാശ ലോകത്തെ മലക്കുകളാകുന്ന സൈനിക വ്യൂഹങ്ങളുടെ കമാൻഡറാകുന്ന ജിബ്രീൽ എന്ന മാലാഖ എന്ന ഒന്ന് അട്ടഹസിച്ചപ്പോ ബനൂ ഇസ്രായേലിലുള്ള വലിയൊരു സമൂഹത്തും 7 പട്ടണങ്ങളടങ്ങിയ വലിയൊരു രാജ്യത്തിലുള്ള 10,000-കണക്കിന് മനുഷ്യമക്കൾ ചത്തൊടുങ്ങപ്പെടാൻ കാരണമാകുന്ന തരത്തിലുള്ള ഭൂമി കുലുക്കമാക്കി ജിബ്രീൽ എന്ന ശക്തനായ മാലാഖയുടെ ഒരു അട്ടഹാസമായി മാറുമ്പോ ആ മലക്കിന്റെ ശക്തി എത്രയാണ് പ്രിയപ്പെട്ടവരെ? ആ ജിബ്രീൽ വിതുമ്പി പൊട്ടുന്നു. അല്ലാഹ് 14-ാം രാവിലെ പ്രശോഭിതമായ ആകാശത്തിന്റെ തെളിഞ്ഞ നീലിമയിൽ ഉദിച്ചു നിൽക്കുന്ന വർണ്ണശബളമായ ചാരുതയുള്ള സൗരഭ്യത്തിന്റെ പ്രതീകമായ ചന്ദ്രബിംബത്തെ ചോദിച്ചുകൊണ്ട് 3 വയസ്സുള്ള പൊന്നുമോൻ ഭൂമിയിൽ നിന്നിട്ട്, ബാപ്പാ ആ ചന്ദ്രബിംബത്തെ എന്റെ കയ്യിലൊന്ന് തരുമോ ബാപ്പാ എന്ന് ചോദിക്കുന്ന കുഞ്ഞുമോന്റെ കുഞ്ഞിളം മനസ്സിൽ തോന്നിയ ആഗ്രഹത്തിന്റെ മുമ്പിൽ ആകാശഗംഗകളിൽ ജ്വലിച്ചു നിൽക്കുന്ന ചന്ദ്രബിംബത്തെ കണ്ടുകൊണ്ട് എന്റെ മകന്റെ ആഗ്രഹം എനിക്ക് നടത്താൻ കഴിയില്ലല്ലോ എന്ന വിഷമത്തോടുകൂടി നിൽക്കുന്ന പിതാവിന്റെ നിസ്സഹായതയിൽ കലർന്ന നിഷ്ക്രിയത്വം കാണുമ്പോ എന്റെ ബാപ്പ എന്റെ ആഗ്രഹം നടത്തി തരുന്നില്ലല്ലോ എന്ന കുഞ്ഞിളം മനസ്സ് വേദനിച്ചുകൊണ്ടോ കുഞ്ഞുമോൻ പൊട്ടിക്കരയുന്ന കരച്ചിലുണ്ടല്ലോ. ഇതേപോലെ ജിബ്രീൽ എന്ന ശക്തനായ മാലാഖ നബിയുടെ മുമ്പിൽ നിന്ന് വിങ്ങിപ്പൊട്ടുന്നു. ജിബ്രീൽ നിലവിളിക്കുന്നു. നബി തങ്ങൾ ചോദിച്ചു, ജിബ്രീൽ നിങ്ങൾ എന്തിനാണ് നിലവിളിക്കുന്നത്? ജിബ്രീൽ പറഞ്ഞു, നബിയേ നരകത്തെ പേടിച്ചിട്ടാണ് റസൂലുള്ളാഹ്. അവിടുന്ന് ചോദിച്ചു, ജിബ്രീലേ നിങ്ങളൊരു മലക്കല്ലേ? പ്രവാചകന്മാർക്ക് ദിവ്യബോധനം എത്തിച്ചു കൊടുക്കാൻ അല്ലാഹു തആല തിരഞ്ഞെടുത്ത മലക്കല്ലേ നിങ്ങൾ? പിന്നെ നിങ്ങൾ എന്തിന് നിലവിളിക്കണമെന്ന് നബി തങ്ങൾ ചോദിച്ചപ്പോ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, നബിയേ കരയുകയാ ജിബ്രീൽ. എന്നിട്ട് പറഞ്ഞു, നബിയേ ആരായിരുന്നു ഇബ്ലീസ്? ഞങ്ങളോടൊപ്പം ജീവിച്ചവനല്ലായിരുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നരകത്തിന്റെ അനന്തമായ കാലത്തെ കോടിക്കണക്കിന് വർഷത്തെ കത്തിയിരിക്കപ്പെടുന്ന വിറകാക്കി തള്ളിയില്ലേ അവനെ? ഹാറൂത്ത് മാറൂത്ത് എന്ന 2 മലക്കുകൾ ആരായിരുന്നു നബിയേ?
ഭൂമി ലോകത്തെ പരീക്ഷണ ലോകത്തെ സെഹറിന്റെ മാരണത്തിന്റെ ശുദ്രത്തിന്റെ ഹോൾസെയിൽ വ്യാപാരികളാക്കി അള്ളാഹു അവരെ തരം താഴ്ത്തുമ്പോൾ അവര് ഞങ്ങളുടെ സഹോദരങ്ങളല്ലേ? ഇതേപോലെ ജിബ്രീലിനുള്ള ഈ സ്ഥാനം അവസാനം വരെ അള്ളാഹു നിലനിർത്തി തരുമെന്ന് ആര് കണ്ടു നബിയെ? അള്ളാഹ്ക്കല്ലേ അറിയൂ. ജീവിതത്തിന്റെ അവസാന നേരത്ത് ജിബ്രീലിന് തന്നിരിക്കുന്ന ഈ സ്ഥാനം അല്ലാഹു പിൻവലിച്ചു കളഞ്ഞാൽ ജിബ്രീൽ എന്നേക്കുമുള്ള നരകത്തിന്റെ വിറകല്ലേ റസൂലുള്ളാഹ്. ഇത് ഓർത്തിട്ടാണ് എനിക്ക് സഹിക്കാൻ കഴിയാത്തതെന്ന് പറഞ്ഞ് ജിബ്രീൽ നിലവിളിക്കും. ജിബ്രീൽ ഒരറ്റത്ത് ഭയങ്കര കരച്ചിൽ, ഇപ്പുറത്ത് നബിയും കരച്ചിൽ, രണ്ടുപേർക്കും സമാശ്വസിപ്പിക്കാൻ പറ്റുന്നില്ല. നീണ്ടുപോയ ആ കരച്ചിൽ അൽ ജവാമിഉൽ അഹാദീസുൽ ഖുദ്സിയിൽ കാണാം. നീണ്ട നേരം അവർ കരഞ്ഞു. രണ്ടുപേർക്കും സമാധാനിക്കാൻ വാക്കുകളിൽ എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളെ, വേണോ നരകം? ആലോചിച്ചു. അതല്ല സ്വർഗമാണ് വേണ്ടതെങ്കിൽ സച്ചരിതരായ മുൻഗാമികളുടെ ജീവിതമാക്കിക്കോ എന്റെ ജീവിതം. എന്റെ സഹോദരങ്ങളെ, എന്റെ യുവാക്കളെ, എന്റെ പിതാക്കളെ, കുറ്റബോധത്തോടുകൂടി അള്ളാഹുവിലേക്ക് മാറുക, വിശുദ്ധ ഖുർആൻ ജീവിതമാക്കുക, ആത്മീയതയിലേക്ക് മടങ്ങിക്കൊണ്ട് ജീവിതത്തിന്റെ വിശുദ്ധമായ ധർമ്മവീതികളുടെ വെട്ടിത്തെളിക്കപ്പെട്ട ഇസ്ലാമിന്റെ സുന്ദരമായ സ്വഭാവ ശൈലികൾ ജീവിതമാക്കി മാറ്റുക. വേറെ ഒരു ലക്ഷ്യം നമ്മുടെ കയ്യിലില്ല. എപ്പോഴാ മരണമെന്ന് പിടിക്കാൻ നമുക്ക് പറയാൻ കഴിയില്ല. കണ്ടോ ജിബ്രീലിന്റെ അവസ്ഥ? നബി തങ്ങൾ നിലവിളിക്കുന്നു. അവസാനം അല്ലാഹു തആല ഇടപെട്ടുകൊണ്ട് ഉറപ്പ് നൽകി, മുഹമ്മദ് നബിയെ കരയണ്ട, ജിബ്രീൽ നിങ്ങളും നിലവിളിക്കണ്ട, നിങ്ങൾ രണ്ടുപേരെയും ഞാൻ നരകത്തിന് വിടില്ല എന്ന് നബി തങ്ങൾ ഉറപ്പ് കൊടുക്കുന്നതുവരെ ഈ രണ്ടുപേരും പൊട്ടിക്കരഞ്ഞുവെങ്കിൽ താങ്ങുമോ പ്രിയപ്പെട്ടവരെ? അവസാനം നബിത്തങ്ങൾ കണ്ണുനീരൊക്കെ തുടച്ചിട്ട് നേരെ സ്വഹാബത്തിന്റെ മുമ്പിലേക്ക് ചെന്ന് വിവരം പറയാൻ. നബിത്തങ്ങൾ നേരെ പോയി വിവരം പറയാൻ വേണ്ടിയിട്ട് സ്വഹാബത്തിന്റെ മുമ്പിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവര് മദീന പള്ളിയുടെ ചാരച്ചിരുന്ന എന്തോ തമാശ പറഞ്ഞു ചിരിക്കുകയാണ്. തമാശയൊക്കെ നമുക്ക് പറ്റും, പക്ഷെ ഇന്നത്തെ അധുനാതന സമൂഹത്തിന്റെ പ്രവർത്തികളൊക്കെ കണ്ടാൽ അല്ലാഹു തആല ചിരിക്കാൻ വേണ്ടിയിട്ടാണോ നമ്മളെ പടച്ചതെന്ന് തോന്നും, അല്ലേ? കല്യാണ വീടുകളിലുള്ള ചിരി പോയിട്ട്, ആഘോഷ സുദിനങ്ങളിലുള്ള ചിരി പോയിട്ട്, പെരുന്നാളുകളിലുള്ള ചിരി പോയിട്ട്, മരിച്ച വീടിന്റെ ശോകമോഹ അന്തരീക്ഷത്തിൽ പോലും ചിരിക്കുന്നവരാണ് നമ്മിൽ പലരും. അപ്രതീക്ഷിതമായി മരണപ്പെട്ട ഭർത്താവിന്റെ ചേതനയേറ്റ ശരീരത്തിന്റെ മുമ്പിൽ അത്താണി നഷ്ടപ്പെട്ടതിന്റെ വിഭ്രാന്തിയിൽ സ്വന്തം ഭാര്യ വിഭ്രാന്തത്തിലൂടെ സ്ഥലകാല ബോധം നഷ്ടപ്പെട്ടുകൊണ്ട് വല്ലാതെ അലറി വിളിച്ച് നിലവിളിക്കുമ്പോൾ ആ നിലവിളി കണ്ടുകൊണ്ട് പോലും പരസ്പരം കൂട്ടുകാരെ കണ്ടുകൊണ്ട് ഇശാറത്തുകൾ നൽകിയിട്ട്, സൂചന നൽകിയിട്ട് ചിരിക്കുന്ന രംഗമായി മരണ വീടുകൾ പോലും മാറിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഓർക്കുക. അത്തഅജബൂന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് ചോദിച്ചു, ഒന്ന് ചിരിച്ചപ്പോൾ ചോദിച്ചു, യാ സ്വഹാബ അത്തദ്ഹഖൂന വതദ്ഹഖൂന, നിങ്ങൾ കളിക്കുന്നു, നിങ്ങൾ ചിരിക്കുന്നു. സ്വഹാബത്തെ, നിങ്ങൾ എങ്ങനെ ചിരിക്കുന്നു? നിങ്ങൾക്ക് എങ്ങനെ കളിക്കാൻ തോന്നുന്നു? വല്ലാഹി ലൗ തഅലമൂന മാ അലമു ലളഹിഖ്തും ഖലീലാ വലബകൈതും കസീറാ വമാ തലദ്ദൽതും ബിന്നിസാ وخرجتم إلى السعداء وتجأرون إلى الله. അവിടെന്താ പറഞ്ഞു കൊടുത്തു? സ്വഹാബത്തെ, അല്ലാഹുവാണ് സത്യം. ജിബ്രീൽ എന്നോട് നരകത്തിന്റെ ഭീകരമായ വിവരങ്ങൾ ഇപ്പൊ തന്നിട്ടുണ്ട്. ഈ വിവരങ്ങൾ എങ്ങാനും പറഞ്ഞു തന്നാൽ ലൗ തഅലമൂന മാ അലമു ലളഹിഖ്തും ഖലീലാ, അല്ലാഹുവാണ് സത്യം, നിങ്ങൾക്ക് അധികം ചിരിക്കാൻ കഴിയില്ല സ്വഹാബത്തെ. വലബകൈതും കസീറാ, നിങ്ങൾ വിങ്ങിപ്പൊട്ടി കരഞ്ഞു പോകും. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഇന്നോളം നീ കരഞ്ഞിട്ടുണ്ടോ? നരകത്തിന് നിന്റെ ശരീരം പറ്റുമോ? ആ നരകത്തെ താങ്ങാൻ നിന്റെ ശരീരത്തിന് കെൽപ്പുണ്ടോ? പെങ്ങളെ, നരകത്തിന് പണിയെടുക്കണ്ട. എന്റെ പ്രിയപ്പെട്ട യുവാവേ, ഒരു പുരുഷന്റെ ശരാശരി ആരോഗ്യമുള്ള, നട്ടലുള്ള, ഊർജമുള്ള, രക്തമുള്ള പുരുഷന്റെ ദൗർബല്യം എന്താ? പെണ്ണാണ്. ഭാര്യമാരോടൊത്തുള്ള ലൈംഗികമായ സംതൃപ്തിയാണ് ഈ ദുനിയാവിന്റെ സുഖങ്ങളുടെ കൂട്ടത്തിൽ ആരോഗ്യമുള്ള ഒരു പുരുഷന്റെ ദൗർബല്യമെങ്കിൽ നബി തങ്ങൾ പറയുന്ന വാക്കെന്തെന്നറിയുമോ? വമാ തലദ്ദൽതും ബിന്നിസാ
നരകത്തിന്റെ ജിബ്രീൽ പറഞ്ഞു തന്ന വിവരങ്ങളെങ്ങാനും നിങ്ങൾ അറിഞ്ഞാൽ അല്ലാഹുവാണ് സ്വന്തം ഭാര്യമാരോടൊത്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാ നിങ്ങളെ കിട്ടില്ല സ്വഹാബത്തേ. സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ട് ആളിക്കത്തുന്ന നരകം നിങ്ങളുടെ മനോമുഖരങ്ങളിൽ തെളിഞ്ഞു വന്നിട്ട് ജീവിതത്തിന്റെ സ്വസ്ഥത നഷ്ടപ്പെട്ടുകൊണ്ട് ഒരൽപ്പം അഭയത്തിന് വേണ്ടി ദാഹിക്കുമ്പോ നിങ്ങൾ കുടുംബങ്ങളെ വലിച്ചെറിഞ്ഞു പോകും. നിങ്ങളെ മക്കൾ ജീവനോടെ തന്നെ അനാഥമാക്കി മാറ്റിയേക്കാം. എന്നിട്ട് നിങ്ങൾ മരുഭൂമികളിലേക്ക് അഭയം തേടിയേക്കാം. മലഞ്ചെരുവുകളിലേക്ക് നിങ്ങൾ അഭയം തേടിപ്പോകും. അല്ലാഹുവിന് വേണ്ടി സമർപ്പണ വിനീത വിധേയ ഭാവത്തോടെ ജീവിച്ചൊടുങ്ങുമെന്ന് ലോകത്തിന്റെ മുത്ത് ഹബീബ് പഠിപ്പിക്കുമ്പോ ഇദാ മല്ലൈലു അൽലമകാബദുഹു ഫയുസ്ഫിറു അൻഹും വഹും റുകൂഉ أطار الخوف نوبهم فقاموا وأهل الأمن في الدنيا هجوع. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്രയോ ആളുകൾ റബീഅ ഇബ്നു ഖൈതം തങ്ങൾ എൻ്റെ യുവാക്കൾക്ക് അറിയുമോ? ആ മഹാനുഭാവന്റെ ജീവിതം അറിഞ്ഞപ്പോഴാണ് അബൂ റബീഹിന്റെ ജീവിതത്തിന്റെ ഒരു ചെറിയ രഹസ്യം പറയുക. അല്ലാഹു തആല ഖബൂലാക്കുമാറാകട്ടെ ഈ മജ്ലിസിന്റെ ബറക്കത്തുകൊണ്ട്. റബീഅ ഇബ്നു ഖൈതം തങ്ങളുടെ ജീവിതം കണ്ടപ്പോൾ അത്ഭുതം തോന്നിയിട്ട്, പഠിച്ചപ്പോൾ അറിഞ്ഞപ്പോൾ അത്ഭുതം തോന്നിയിട്ട് എനിക്കും എൻ്റെ മകനെ ഞാൻ റബീഅ എന്ന് പേരിട്ടത്. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അത്രത്തോളം അത്ഭുതപ്പെടുത്തി കളഞ്ഞു റബീഅ ഇബ്നു ഖൈതം. യുവാവായിരുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ. 10-20 വർഷത്തോളം യുവാവായി ജീവിച്ചുകൊണ്ട് ഇബ്നു അബ്ബാസ് തങ്ങളുടെ ശിഷ്യത്വം സ്വീകരിച്ച് ജീവിക്കുമ്പോൾ, ഖുർആൻ പഠിക്കുന്ന വിദ്യാർത്ഥിയുടെ പ്രായത്തിൽ ജീവിക്കുമ്പോൾ ചുറ്റുവട്ടത്തുള്ള പെണ്ണുങ്ങളൊക്കെ വിചാരിച്ചിരുന്നത് റബീഅ ഇബ്നു ഖൈതമിനെ കണ്ണുകണ്ടുകൂടാണ്. റബീഅ ഇബ്നു ഖൈതമിനെ കണ്ണുകണ്ടുകൂടാണ്. 20 വർഷത്തിന്റെ ഇടയിൽ ദൈനംദിനം 10-20 വർഷത്തിന്റെ ഇടയിൽ ദൈനംദിനം കണ്ട പെണ്ണുങ്ങൾ പോലും വിചാരിച്ചത് കൺകുരുടനാണ് റബീഅ. ഇബ്നു അബ്ബാസ് തങ്ങൾ അനുഭവം വിവരിക്കുന്നുണ്ട്. കാലങ്ങളോളം തന്റെ ശിഷ്യനായി ജീവിച്ചിരുന്ന റബീഅ എന്ന പൊന്നുമോൻ ഒരു ദിവസം വീട്ടിലേക്ക് കടന്നു വന്നു. വാതിൽ വന്നു മുട്ടുമ്പോൾ സാധാരണ വാതിൽ തുറന്നെടുക്കുന്ന എൻ്റെ അടിമ പെണ്ണ് എന്നിട്ട് വാതിൽ തുറന്നെടുത്തു. എന്നിട്ട് ഈ പെണ്ണകത്തേട്ട് വന്നപ്പോൾ ചോദിച്ചു, ആരാണ് പെണ്ണെ വാതിൽ വന്ന് മുട്ടിയത്? നിരന്തരം റബീഅനെ കാണുന്ന ഈ പെണ്ണ് വിളിച്ചു പറഞ്ഞു, തങ്ങളെ നിങ്ങളുടെ ഒരു കണ്ണ് പൊട്ടനായ ഒരു ശിഷ്യനുണ്ടല്ലോ, ഒരു കൺകുരുടനായ ഒരു യുവാവ് ഇവിടെ വന്നിട്ട് എന്നും വിശുദ്ധ ദീന് പഠിക്കുന്ന ഒരു കുട്ടിയുണ്ടല്ലോ, ആ പയ്യന്റെ വന്ന് നിൽക്കുന്നു. എന്തുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ? റബീഅ ശണ്ടനായിട്ടല്ല, റബീഅന് കാലത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കാനുള്ള ത്രാണിയില്ലാഞ്ഞിട്ടല്ല പ്രിയപ്പെട്ടവരെ. അത്രത്തോളം ബുദ്ധിയുള്ള, വിവേകമുള്ള, തന്റേടമുള്ള, ചങ്കുറപ്പുള്ള, ആരോഗ്യമുള്ള ആളുകൾ ഇന്നില്ല. ആ റബീഅ ഇബ്നു ഖൈതം തങ്ങൾക്ക് നമ്മളെപ്പോലെ പെണ്ണിനെ നോക്കാനുള്ള കൊതിയുണ്ട്. ഹറാമുകൾ ചിന്തിക്കാനുള്ള മോഹമില്ലാത്ത ഇവരില്ല. ആ ചിന്തകളെ കൊണ്ട് പക്ഷേ അല്ലാഹുവിനെ കുറിച്ചുള്ള പേടി, അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയം. വല്ലദീന യുഅതൂന മാ ആതൗ വഖുലൂബുഹും വജില അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ. അങ്ങനെയുണ്ട് ഒരുപാട് പേര്. കേവലം റബീഅ ഇബ്നു ഖൈതം തങ്ങൾ മാത്രമൊന്നുമല്ല, പേടിച്ചിട്ട് തെറ്റുകളിൽ നിന്ന് വിട്ടുനിന്നവർ. ഒരു പെണ്ണിനെ നോക്കാൻ സാധാരണ മനുഷ്യൻ ആണിന് വരുന്ന കൊതി പോലെ കൊതി വരുമ്പോ റബീഅ ഇബ്നു ഖൈതം തങ്ങൾക്കും നോക്കാനുള്ള മോഹം വരുമ്പോ കത്തിജ്വലിക്കുന്ന നരകമാണ് മുമ്പിൽ, അല്ലാഹുവിന്റെ തീക്ഷ്ണതയുള്ള കോപമാണ് മുമ്പിൽ. പിന്നെ എങ്ങനെ ആ കോപം ചിന്തിക്കുന്നവന് അല്ലാഹുവിനെ ഭയപ്പെടുന്നതിനെ നോക്കാൻ കഴിയുക? ഈ ആയത്തിന്റെ അർത്ഥം എന്റെ പ്രിയപ്പെട്ടവർക്കറിയുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ആയത്ത് ഇറങ്ങിയപ്പോ അല്ലാഹുവിനോട് ചെയ്യേണ്ട നല്ല കർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ നിസ്കരിക്കുന്നുണ്ട്, നോമ്പ് പിടിക്കുന്നുണ്ട്, ഹജ്ജ് ചെയ്യുന്നുണ്ട്, അനാവശ്യങ്ങളൊന്നും പ്രവർത്തിക്കുന്നില്ല. പക്ഷേ വഖുലൂബുഹും വജിലാ, ഈ നന്മകളൊക്കെ ജീവിതമാക്കി കൊണ്ടിരിക്കുമ്പോഴും അവർക്ക് പേടിയാണ്.
നമ്മുടെ അല്പബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ പരസ്പരം വൈരുദ്ധ്യമാണെന്ന് തോന്നും. കാരണം നമ്മളൊക്കെ ചിന്തിക്കുന്നത് നല്ല മനുഷ്യന്മാർക്ക് എത്രത്തോളം വേണമെങ്കിലും ചിരിക്കാൻ കളിക്കാം. കാരണം അവരൊക്കെ അള്ളാഹുവിനോട് ഒരു അനീതിയും ചെയ്തിട്ടില്ലല്ലോ, അതുകൊണ്ട് സന്തോഷത്തോടെ ജീവിക്കാമെന്ന് നമ്മൾ കരുതുക. അതുകൊണ്ട് നമുക്ക് ഇതിനൊരു വൈരുദ്ധ്യം ഇങ്ങനെ തോന്നും. കാരണം ഈ ഖുർആന്റെ ആശയം പറഞ്ഞത്, ആദ്യത്തെ ഭാഗം പറഞ്ഞത് വല്ലദീന യൂതൂന മാ ആതൂ, അള്ളാഹുവിനോട് ചെയ്യേണ്ട സ്തുത്യർഹമായ കർമ്മങ്ങൾ മുഴുവനും ചെയ്യുന്നുണ്ട്, ഒരു അതിക്രമങ്ങളുമില്ല. തൊട്ടടുത്ത് പറയുന്നു ഖുലൂബുഹും വജില, ഹൃദയങ്ങളൊക്കെ പേടിച്ചിട്ട് ഉറങ്ങാൻ കഴിയാതെ നിലവിളികളും തേങ്ങലുകളുമാണ്. എങ്ങനെ പരസ്പരം ശരിയാകുന്നതായിരിക്കും? അല്പബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ നമുക്ക് തോന്നുക. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ നമ്മുടെ ഈ സംശയം മുത്തനബിയോട് ചോദിച്ചു, നബിയേ, ഇവർ ഈ സുന്ദരമായ കർമ്മങ്ങളൊക്കെ പ്രവർത്തിക്കുന്നു എന്ന് ഖുർആൻ പറയുന്നു, വഖുലൂബുഹും വജില, അതോടൊപ്പം തന്നെ അവർ നിലവിളിക്കുന്നുണ്ട്. അഹുമുല്ലദീന യസ്നൂന വയസ്രിഖൂന വയുകദിബൂന, ഇവര് കള്ളം പറഞ്ഞിട്ടുണ്ടോ നബിയേ? ഇവര് ലോകമറിയാതെ വ്യഭിചരിച്ചിട്ടുണ്ടോ നബിയേ? ഇവരെ കള്ളങ്ങൾ ചമച്ച് കെട്ടിയിട്ടുണ്ടോ റസൂലുള്ളാഹ്? അതിന്റെ പേരിലാണോ ഈ കുറ്റബോധവും നിലവിളിയും? നോക്കണേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ എത്ര കഴിയേണ്ടി വരുമെന്ന് ആലോചിച്ചോ? ബുദ്ധിയുള്ളവരല്ലേ ഞാൻ, എന്റെ മുന്നിലിരിക്കുന്ന സഹോദരങ്ങളൊക്കെയും. അതുകൊണ്ട് ആലോചിച്ചോ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഈ സംശയം ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ചോദിച്ചപ്പോ ഖുർആനിന് വിരുദ്ധമില്ല കേട്ടോ. ഖുർആനിന് പരസ്പരം വൈരുദ്ധ്യമേ ഇല്ല, അങ്ങനെ വിശ്വസിക്കാനും പാടില്ല. പക്ഷെ ഞാൻ നമ്മുടെ ഇൽമിന്റെ കുറവ് കൊണ്ട് തോന്നുന്ന ആ തോന്നലും സാധാരണ നമുക്കിടയിൽ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ഒരു മനസ്സിലാക്കലും പറഞ്ഞാണ്. ഇത് കണ്ടിട്ടാണ് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ചോദിച്ചത്, നബിയെ, ചെയ്യേണ്ട കർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ അതോടൊപ്പം തന്നെ ഇവർ പിന്നെ എന്തിന് നിലവിളിക്കണം? അതിന്റെ ആവശ്യമില്ലല്ലോ. നബി തങ്ങള് പറഞ്ഞു, യാ ബിന്ത സിദ്ദീഖ്, സിദ്ദീഖിന്റെ മോളെ ആയിഷ, അവര് വ്യഭിചരിച്ചിട്ടില്ല, അവര് കള്ളം പറഞ്ഞിട്ടില്ല. അവരുടെ ഭാര്യമാരെ നോക്കുന്ന വൈകാരികതയുടെ നോട്ടം ഒരു പെണ്ണിന്റെ മുഖത്ത് പോലും അവര് നോക്കിയിട്ടില്ല. ഇന്നോളം അവര് കള്ള് തൊട്ടിട്ടില്ല. പക്ഷേ ഇത്രയേറെ കർമ്മങ്ങൾ അവര് ചെയ്യുമ്പോഴും വഹും യഖാഫൂൻ, അവർക്ക് പേടിയാണ് മോളെ ആയിഷ. അള്ളാഹുവിന്റെ കോപത്തിനെ, അള്ളാഹുവിന്റെ നരകത്തെ അവർക്ക് പേടിയാണ്. വഹും യഖാഫൂൻ, അവരുടെ അമലുകൾ സ്വീകരിക്കപ്പെടുമോ, അതല്ലെങ്കിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നരകത്തിലേക്ക് വലിച്ചെറിയുമോ എന്ന് പേടിച്ചിട്ടുള്ള നിലവിളിയാണെന്ന് നബി തങ്ങൾ പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളാണ് ഒന്നുമറിയാത്ത വിഡ്ഢികളുടെ സ്വർഗത്തിൽ ഉറങ്ങുന്നവർ. പാതിരാത്രികൾ ഇബാദത്തുമായി കഴിഞ്ഞുകൂടിയവർ എത്രയോ ആളുകളുണ്ട്. ഇദാ മല്ലൈലു അളമകാബദുഹു ഫയുസ്ഫിറു അൻഹും വഹും റുകൂ, പകലന്തിയോളം പണിയെടുത്തിട്ട് ഭാര്യമാരുടെ ചാരത്തൊന്ന് അണഞ്ഞിട്ട് ഉറങ്ങാനുള്ള കൊതിയോടുകൂടി, അത്യാർത്ഥിയോടുകൂടി ഭാര്യമാരുടെ മുമ്പിലെത്തുമ്പോ കണ്ണുകളൊക്കെ ഉറക്ക ചടവുകൾ വന്നിട്ട് കണ്ണിന്റെ അടിഭാഗത്തെ ഈ അടിഭാഗം പോലും നീര് കെട്ടിയിട്ട്, പോളകൾ പോലും നീര് കെട്ടിയിട്ട് തടിച്ചു കൂടിയിട്ട് ഉറങ്ങാനുള്ള വല്ലാത്ത അത്യാർത്ഥിയിൽ ഭാര്യമാരുടെ മുമ്പിലെത്തുന്ന എത്രയോ ആളുകളുണ്ട്, എത്രയോ മുഅ്മിനീങ്ങളുണ്ട്. അവര് പകലന്തിയോളം എല്ല് മുറിയുന്ന പണിയെടുത്തവരാ. ആ പണിയെടുത്തവർ ഭാര്യമാരുടെ ചാരത്തെത്തിയിട്ടൊന്ന് ഉറങ്ങാൻ നോക്കുമ്പോഴോ മനസ്സിന്റെ ഉള്ളറയിലേക്ക് നരകം കടന്നു വരുന്നു. അള്ളാഹുവിന്റെ ഭീകരമായ തീക്ഷ്ണമായ അദാബ് ചിന്തിക്കുന്നു. അള്ളാഹുവിന്റെ കോപം തനിക്ക് വരുമോ എന്ന ചിന്ത വരുന്നു. ഉറങ്ങാൻ അവർക്ക് കഴിയുന്നില്ല. അവരുടെ മനസ്സ് മുഴുവനും വിങ്ങിപ്പൊട്ടുന്നു. അവരുടെ സമാധാനം നഷ്ടപ്പെടുന്നു. ആ ഉറക്കത്തിൽ നിന്ന്, ഉറക്കത്തിന്റെ ചടവിൽ നിന്ന് അവരെഴുന്നേക്കുന്നു. പാതിരാത്രിയിൽ കുത്തിച്ചൊരിയുന്ന പേമാരിയുടെ തണുപ്പത്ത് പോലും അവർ ഉതു എടുത്തു പോകുന്നു. നരകമെന്ന പേടി അവരെ കൊണ്ട് ഉതു എടുപ്പിക്കുന്നു. അവര് പേടിച്ച് വിറച്ചുകൊണ്ട് നിസ്കാരത്തിലേക്ക് വരുന്നു. ഉറങ്ങാൻ കൊതിയില്ലാഞ്ഞിട്ടല്ല, ഉറങ്ങാനുള്ള ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പകലന്തിയോളം സുഖമായി ഉറങ്ങിയതിന്റെ പേരിലല്ല. പിന്നെയോ അവർക്കുമുണ്ട് നമ്മളെപ്പോലെ ഉറങ്ങാനുള്ള കൊതി. അവർക്കുമുണ്ട് ഈ കടുവയിലുള്ള സഹോദരങ്ങളെ പോലെ പാതിരാത്രി ഒരു 9:30 കഴിയുമ്പോൾ ഉറങ്ങാനുള്ള മോഹം അവർക്കുണ്ട്. പക്ഷേ അത്തോറൽ ഖൗഫു നൗമഹും ഫഖാമു
വഅഹ്ലുൽ അംനി ഫിദ്ദുനിയാ ഹുജൂഉ. ഉറങ്ങാനായി ശ്രമിച്ചപ്പോഴാണ് അവരുടെ ഹൃദയത്തിന്റെ ഉള്ളറകളിൽ അള്ളാഹുവിന്റെ നരകത്തിന്റെ ഭീകരതകളെ കുറിച്ചുള്ള ചിന്ത വന്നത്. ആ ചിന്തകൾ മനസ്സിന്റെ ഉള്ളറകളെ കുത്തി നോവിക്കാൻ തുടങ്ങിയപ്പോ അതാറൽ ഖൗഫ്, ആ ഭയം അവരുടെ ഉറക്കത്തെ പറത്തിക്കളഞ്ഞു, അവരുടെ ഉറക്കത്തെ കെടുത്തിക്കളഞ്ഞു, അവരുടെ ഉറക്കത്തെ പറപ്പിച്ചു കളഞ്ഞു. അവരുടെ സ്വസ്ഥത നഷ്ടപ്പെട്ടു പോയി. അവര് അല്ലാഹുവിനെ വിളിച്ചുകൊണ്ട് ചാടി എഴുന്നേൽക്കുന്നു, അവര് ഉതുവെടുക്കുന്നു, അവര് വന്നിട്ട് വിങ്ങിപ്പൊട്ടി നിസ്കരിക്കുന്നു, അവര് വല്ലാതെ വിതുമ്പിക്കരയുന്നു. അത്താണി നഷ്ടപ്പെട്ട ഭാര്യയുടെ വിലാപം പോലെ അല്ലാഹുവിനെ ഓർത്ത് വിലപിച്ചുകൊണ്ട് പാതിരാത്രികൾ അവരെ കഴിച്ചുകൂട്ടുന്നു. അപ്പോഴും കടുവയിൽക്കാരോ, അപ്പോഴും നമ്മളോ വഅഹ്ലുൽ അംനി ഫിദ്ദുനിയാ ഹുജൂഉ. അപ്പോഴും കടുവയിൽ ജമാഅത്തിലെ ഉമ്മ നല്ല ഉറക്കത്തിലാണ്. എന്റെ പെങ്ങളെ തലേ ദിവസം കണ്ട സീരിയലിന്റെ സ്വപ്നലോകത്തിൽ കൂർക്കം വലിച്ചു സുന്ദരമായ ഉറക്കത്തിലാണ്. നമുക്കെന്ത് നരകം പ്രിയപ്പെട്ടവരെ, നമുക്കെന്ത് ചിന്ത പ്രിയപ്പെട്ടവരെ. ലഹും തഹ്തൽ ളലാമി വഹും സുജൂദു അനീനും മിൻഹു തൻഫരിജുൽ ളുലൂ. അവര് അള്ളാഹുവിന് വേണ്ടി പഞ്ചപുച്ഛമടക്കി സുജൂദിൽ വീണുകൊണ്ട് വിങ്ങി നിലവിളിക്കുന്നു. അങ്ങനെ നിലവിളിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അനീം, അവര് തേങ്ങി തേങ്ങി നിലവിളിക്കുന്നു. അവരുടെ നിലവിളികളും അവരുടെ തേങ്ങലുകളും അനിയന്ത്രിതമായി അങ്കുരിക്കുമ്പോൾ അതിൽ അവരുടെ വയറുകൾക്ക് പോലും വേദന വന്നിട്ട് അവരുടെ പാർശ്വഭാഗങ്ങളിലുള്ള വാരിയെല്ലുകൾ പോലും എണ്ണിയെടുക്കാൻ കഴിയുന്ന തരത്തിൽ തേങ്ങുമ്പോൾ അവരുടെ തൊലികൾ പോലും വലിഞ്ഞു നിൽക്കുന്ന തരത്തിലുള്ള തോങ്ങലുകൾ. വഹുറുസും ഫിൻ നഹാരി ലിതൂലി സുംതി അലൈഹിം മിൻ സകീനതിഹിം ഖുശൂഉ. കണ്ണുപൊട്ടനായിട്ട് ജീവിച്ച ഒരു റബീഉ ഇബ്നു ഖൈസം മാത്രമൊന്നുമല്ല, എത്രയോ ആളുകളെ സമൂഹം വിലയിരുത്തിയവർക്ക് കണ്ണുപൊട്ടാണ്, കൺകുരുടന്മാരാണ്. എത്രയോ ആളുകളെ സമൂഹം വിലയിരുത്തി അവർക്ക് ചെവി പൊട്ടാണ് എന്ന്. എത്രയോ ആളുകളെ സമൂഹം വിലയിരുത്തി അവർക്ക് ബുദ്ധി കുറവാണ് എന്ന്. എത്രയോ ആളുകളെ സമൂഹം വിലയിരുത്തി അവർക്ക് തലച്ചോറില്ല എന്ന്. ഇങ്ങനെ സമൂഹം ബുദ്ധിമാന്യമുള്ളവരെന്ന് വിലയിരുത്തി എത്രയോ ആളുകൾ ഈ ദുനിയാവിൽ കഴിഞ്ഞുപോയി. എത്രയോ ചെവി കേട്ടൂടാ എന്ന് വിലയിരുത്തിയ ഒരുപാട് ആളുകൾ ഇവിടെ കഴിഞ്ഞുപോയി. കാഴ്ചയില്ലാത്തവരെന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഒരുപാട് ആളുകൾ ഇവിടെ കഴിഞ്ഞുപോയി. സമൂഹത്തോട് ചേരാത്തവൻ, വല്ലാത്ത ധാർഷ്ട്യമുള്ള മനസ്സിന്റെ ഉടമകൾ എന്ന് പോലും വിവരിക്കപ്പെട്ട എത്രയോ ആളുകൾ ഇവിടെ കഴിഞ്ഞുപോയി. പക്ഷേ അവർക്ക് കാഴ്ചയുണ്ടായിരുന്നു, പക്ഷേ അവർക്ക് ബുദ്ധിയുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ അവർക്ക് ശ്രവണപുടങ്ങൾക്ക് കേൾവിയുണ്ടായിരുന്നു. അവർക്ക് മിണ്ടാനും ചിരിക്കാനും കളിക്കാനും മോഹമുണ്ടായിരുന്നു. പക്ഷേ അലൈഹിം മിൻ സകീനതിഹിം ഖുശൂഉ. ചിരിക്കാനുള്ള അവരുടെ കൊതിയെ ഇല്ലാതെയാക്കിയത് ആരെന്നറിയുമോ പെങ്ങളെ? പൊട്ടിച്ചിരികളുടെ മാലപ്പടക്കങ്ങൾക്ക് തിരികൊളുത്തുന്ന റിയാലിറ്റി ഷോകളുടെ മുമ്പിൽ ഇരുന്നു കൊണ്ട് പൊട്ടിച്ചിരിക്കുന്ന പൊന്നു പെങ്ങളെ, നിന്റെ ചിരി കൊണ്ടുപോലും ആ ചിരി കേൾക്കുന്ന അന്യ വീട്ടിലെ അപ്പുറത്തെ വീട്ടിലെ പുരുഷന്റെ മനസ്സിന്റെ ഉള്ളറുകളിൽ വല്ലാത്ത മോഹം തോന്നുമെങ്കിൽ, ഈ പച്ചയായ ഹറാമിന് കാരണമാക്കിയതിന്റെ ചിരിയാണെങ്കിൽ എന്റെ പെങ്ങളെ ശ്രദ്ധിച്ചോ. ചിരിക്കാനുള്ള മോഹമുള്ളവരുടെ ചിരികളെ കെടുത്തി കളഞ്ഞതാരെന്നറിയുമോ? അല്ലാഹുവിന്റെ നരകമാണ്. ഇന്നല്ലദീന തഖൗ ഇദാ മസ്സഹും ത്വാഇഫും മിനശ് ശൈത്വാൻ തദക്കറൂ ഫഇദാ ഹും മുബ്സിറൂൻ.
അവർക്കുണ്ട് ചിരിക്കാനുള്ള കൊതി, അവർക്കുണ്ട് കളിക്കാനും മിണ്ടാനും തമാശ പറയാനും ഒക്കെയുള്ള മോഹം അവർക്കുണ്ടായിരുന്നു. പക്ഷേ അല്ലാഹുവിന്റെ നരകത്തെക്കുറിച്ചുള്ള പേടി അവരെ അക്ഷരാർത്ഥത്തിൽ പൊട്ടന്മാരാക്കി കളഞ്ഞു. സമാധാനം നഷ്ടപ്പെട്ടവർക്ക് ഇവിടെ ചിരിക്കാൻ നേരം, അക്ഷരാർത്ഥത്തിൽ അവരെ കണ്ണുപൊട്ടന്മാരാക്കി. ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കാൻ അവർക്ക് കഴിയാതെ വന്നു. കാരണം കണ്ണു തുറക്കുമ്പോ മനോമുഖരത്തിൽ തെളിയുന്നത് നരകമാ. അരുതേ അരുതേ അരുതേ. കാരണം കത്തിക്കാളുന്ന നരകത്തിനാണ് ഈ നോട്ടം. ഉടനെ തല താഴ്ത്തപ്പെട്ടു. സംസാരിക്കാനും ചിരിക്കാനും തമാശ പറയാനും കൊതിക്കുമ്പോ ഉള്ളു വിളിക്കുന്നുണ്ട്, വേണ്ട. കത്തിക്കാളുന്ന നരകത്തിന്റെ പച്ചക്കരിക്കപ്പെടുന്ന വിറകാക്കി ശരീരം മാറ്റപ്പെട്ടു പോകും. തമാശല്ല, മിണ്ടാൻ കഴിയുന്നില്ല, പൊട്ടിക്കരച്ചിലുകളായി മാറ്റപ്പെട്ടു പോകുമ്പോൾ ഇവിടെയാണ് ഇന്നലെ ഞാൻ വിവരിച്ച അബൂബക്കർ തങ്ങളുടെ വിലാപം. എന്റെ പ്രിയപ്പെട്ടവരെ ആലോചിക്കുന്നത് ഇവിടെയാണ് ഞാൻ നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഞാൻ ചോദിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു 3000 വർഷം കത്തിച്ച നരകം നമ്മൾ പറഞ്ഞേ, അത് തന്നെ ആഖിറത്തിന്റെ 3000 വർഷമാണ് ഈ നരകത്തെ കത്തിച്ചത്. നമ്മുടെ ഇച്ചിരി പോകുന്ന ഈ 5 അടി 5 ഇഞ്ച് വലിപ്പമുള്ള ഈ ശരീരം പിടിച്ച് നരകത്തിലിട്ടാല് നമ്മളെന്ന് പറയാനൊക്കെ പേടിയുണ്ട് പ്രിയപ്പെട്ടവരെ. അള്ളാഹു ഇതൊരു കുറ്റസമ്മതത്തിന്റെ മജ്‌ലിസാക്കി കബൂലാക്കുമാറാകട്ടെ. ആ ഒരു ലക്ഷ്യത്തോടെ ആ ഒരു വാക്ക് ഉപയോഗിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, കുറ്റസമ്മതം അള്ളാഹു വല്ലാത്ത ഇഷ്ടമാണല്ലോ. അപ്പൊ നമ്മുടെ ബോധം, നമ്മുടെ ഈ ചെറിയ ശരീരം പിടിച്ച് ഈ 3000 വർഷം കത്തിച്ച നരകത്തിലിട്ടാലേ ബുദ്ധി സമ്മതിക്കുന്നുണ്ടോ ശരിയാകും? ഒരു സെക്കൻഡ് താങ്ങി നിൽക്കാൻ ഈ ശരീരത്തിന് കഴിയുമോ? ഈ അടുത്ത സമയത്തല്ലേ നമ്മുടെ കിഴക്കൻ മേഖലയിൽപ്പെട്ട പാങ്ങോട് ഭാഗത്ത് എമർജൻസിയായി സഞ്ചരിച്ചിരുന്ന ഒരു ആംബുലൻസിന്റെ ഉള്ളറയിൽ ഷോർട്ട് സർക്യൂട്ടോ കൊണ്ട് സംഭവിച്ചിട്ട് ആളി കത്തിയപ്പോൾ രക്ഷപ്പെടുത്താൻ വന്നവർക്ക് പോലും കത്തിയാളുന്ന ശരീരത്തിന്റെ വേദനകൾ അനുഭവിക്കുന്നവരുടെ നിലവിളികൾ, ദീനരോധനങ്ങൾ കേട്ടിട്ട് ഒന്ന് രക്ഷപ്പെടുത്താൻ പോലും കഴിയാതെ ഹൃദയങ്ങൾ താളം തെറ്റിയിട്ട് യാന്ത്രികമായി നോക്കി നിൽക്കുന്ന നിസ്സഹാവസ്ഥയിൽ എത്തിപ്പോയപ്പോൾ ആ ആംബുലൻസിന്റെ ഉള്ളറയിൽ ഒരു 10 മിനിറ്റ് നേരം കത്തി അമർന്നപ്പോൾ അതിന്റെ ഉള്ളറയിൽ ചാരമായി അവസാനിച്ചു പോയ നമ്മുടെ സഹോദരങ്ങൾ, അല്ലാഹു അവർക്ക് മുഴുവനും മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ശുഹദാഇന്റെ കൂലി നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദുനിയാവിന്റെ ചെറിയ തീനാളം തന്നെ 10 മിനിറ്റ് ഈ ശരീരത്തിലെത്തുമ്പോഴേ കത്തി അമരാനേ ഉള്ളൂ ഈ ശരീരം. പിന്നെ എങ്ങനെ ഈ 3000 വർഷം കത്തിച്ച നരകത്തിൽ ആയിരക്കണക്കിന് വർഷം ഈ ശരീരം കിടക്കും? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒന്ന് ആലോചിച്ചേ. ഇവിടെയാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കടുവയിൽക്കാർക്ക് താക്കീത് നൽകിയത്. ഇസ്ലാം സാർവലൗകികവും സാർവജനീനവുമാണല്ലോ നമ്മളോട്. ഈ അനുഗ്രഹീത മജ്‌ലിസിനോട് അല്ലാഹു തആല താക്കീത് ചെയ്തത് അതുകൊണ്ടാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു തആല വ്യക്തമായി വിശുദ്ധ ഖുർആനിലൂടെ ഒരുപാട് തവണ താക്കീത് ചെയ്തത് നരകത്തിന് വേണ്ടി പണിയെടുക്കരുത് എന്ന് പറയാനുള്ള കാരണം ഇതാ പ്രിയപ്പെട്ടവരെ. ഇമാം ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നുണ്ട്, അല്ലാഹ്ക്ക് ഇതറിയാം, അതുകൊണ്ട് തന്നെ അല്ലാഹു തആല നരകത്തിലേക്ക് പോകുന്നതിന്റെ ശരീരത്തിന്റെ രൂപം മാറ്റും. അന്നഹു യുൽഖമുൽ ഇൻസാൻ ഹത്താ യകൂന മഖഅദുഹു മിസ്ല മാ ബൈന മക്ക വൽ മദീന. നരകത്തിന് വേണ്ടി അതിക്രമങ്ങളിലൂടെ വില പറയുന്ന യുവാവേ, എന്റെ സഹോദരാ, കേവലം ദുനിയാവിന്റെ രോഗത്തിന്റെ ലാഘവത്തോടുകൂടി അല്ലാഹുവിന്റെ നരകത്തെ സമീപിക്കണ്ട. 1 ഇഞ്ച് പോലും താങ്ങി നിൽക്കാനുള്ള ശേഷി നിനക്കില്ല പൊന്നുമോനെ. അതുകൊണ്ട് റബ്ബിലേക്ക് മടങ്ങിക്കോ, കുറ്റബോധത്തോടെ യാചിച്ചോ യജമാനനോട്. ഇമാമുന സുയൂത്തി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നു, അതിക്രമത്തിലൂടെ ജീവിച്ചവൻ അല്ലാഹു പുറത്തു കൊടുക്കാൻ തീരുമാനിച്ചില്ലേ? ഈ ശരീരത്തിന്റെ നരകത്തിന് അല്ലാഹു നിശ്ചയിച്ചാൽ നരകത്തിലേക്ക് പോകുന്ന ഇവന്റെ ശരീരത്തെ അല്ലാഹു വലിച്ചു നീട്ടുന്നു. ഹത്താ യകൂന മഖഅദുഹു മിസ്ല മാ ബൈന മക്ക വൽ മദീന. നമ്മുടെ മഖഅദുണ്ടല്ലോ, നമ്മളൊന്ന് പറയാൻ തന്നെ പേടിയുണ്ട് പ്രിയപ്പെട്ടവരെ. നമ്മൾ കസേരകൾ ആസനസ്ഥമാകുമ്പോ വെക്കുന്ന നമ്മുടെ ശരീരത്തിന്റെ പിൻഭാഗം, ഈ പിൻഭാഗത്തെ അല്ലാഹു വലിച്ചു നീട്ടുന്നു. എത്രയെന്നറിയുമോ? മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള ദൂരം എത്രയാണോ അത്രയും ദൂരത്തോളം വലിച്ചു നീട്ടുന്നു. അല്ലാഹ് മമാതുൻ സുമ്മ
ثم قبر ثم حشر وتوبيخ وأغوال عظام ونحن إذا أمرنا أو نهينا كأهل الكهف أيقاظا وقود. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, എത്രയാണ് അല്ലാഹു വലിച്ചു നീട്ടുന്നതെന്നറിയുമോ? ഏകദേശം 450ഓളം കിലോമീറ്റർ ഈ ശരീരത്തിന്റെ പിൻഭാഗത്തെ അല്ലാഹു വലിച്ചു നീട്ടുന്നു. അതിക്രമം ചെയ്തവരല്ലേ ഞാനും നിങ്ങളും? സ്വന്തം ശരീരത്തിന്റെ പിൻഭാഗത്തെ 450 കിലോമീറ്റർ വലിച്ചു നീട്ടിയതിനൊന്നാലോചിക്കേ. നരകത്തിന് പച്ചയ്ക്ക് തിന്നാ, കൊളുത്തി തീർക്കാ, അല്ലാഹു കത്തിച്ചു തീർക്കാൻ ഉപയോഗിക്കുന്ന വീതിയാണ്. തീർന്നില്ല. വമങ്കിബൈഹി മസീറത സലാസതി അയ്യാം. നരകത്തിലേക്ക് പോകുന്നവന്റെ ഒരു ചുമലിൽ നിന്ന് മറ്റൊരു ചുമലിലേക്ക് ചെന്നെത്തണമെങ്കിൽ 3 ദിവസം യാത്ര ചെയ്യേണ്ടി വരും. പ്രിയപ്പെട്ടവരെ, വലർസുഹു മിസ്ല ജബലി ഉഹദ്. നരകത്തിന് പോകാൻ അതിക്രമം ചെയ്തവരല്ലേ നമ്മൾ ഓരോരുത്തരും? സ്വയമൊന്ന് ചിന്തിച്ച്. നരകത്തിന്റെ ആരവങ്ങളെന്നുള്ള വിഷയം അവസാനിക്കുന്നതിന് മുമ്പ് അബൂ റബീഅ സ്വന്തം ശരീരത്തോടും നിങ്ങളോടും പറയാനുള്ളതാണ്. എന്റെ പെങ്ങളെ, ഒരുപാട് തെറ്റ് ചെയ്തിട്ടില്ലേ? എന്റെ ഉമ്മ ഒരുപാട് അതിക്രമം ഈ ആയുസിന്റെ ഉള്ളറയിൽ ചെയ്തില്ലേ? സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. വലർസുഹു, ഈ പാപത്തിന്റെ പേരിലെങ്ങാനും നരകത്തിന്റെ മെമ്പറാക്കി അല്ലാഹു നിന്നെ മാറ്റിയാൽ നിന്റെ ഒരു പല്ല് പോലും ഉഹദ് പർവ്വതമാകുന്ന അറേബ്യയിലെ പർവ്വത സമുച്ചയങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ പർവ്വതങ്ങളിൽ ഒന്നായ ഉഹദ് പർവ്വതത്തോളം അല്ലാഹു വലിച്ചു നീട്ടുന്നു. അഥവാ ഏകദേശം 2.5 കിലോമീറ്ററോളം ഒരു പല്ലിനെ അല്ലാഹു വലിച്ചു നീട്ടുന്നു. ഈ നേർമയായ തൊലിയുണ്ടല്ലോ, ജലാലുദ്ദീൻ സുയൂത്തി തങ്ങൾ പഠിപ്പിക്കുന്നു, ഈ തൊലിക്ക് പോലും അല്ലാഹു കട്ടികൂട്ടുന്നു. എത്രയെന്നറിയുമോ? പിക്കാക്സ് കൊണ്ട് ഒരുവന്റെ നരകത്തിൽ പോകുന്ന അതിക്രമിയുടെ മജ്ജ കാണാ. ഒരാള് വലിയ പിക്കാക്സ് കൊണ്ട് അവന്റെ തൊലികളെ, പച്ചത്തൊലികളെ കുത്തിക്കിഴിക്കുന്നിരിക്കട്ടെ, പാതാളത്തോളം കുഴിക്കേണ്ടി വരും, അഗാധ ഗർത്തങ്ങൾ ഉണ്ടാക്കേണ്ടി വരും. 365 ദിവസം അഥവാ 1 വർഷം ദൈനംദിനം കുത്തിക്കുഴിച്ചാലേ ഈ ശരീരത്തിന്റെ തൊലിയുടെ കട്ടി തീർന്നിട്ട് മജ്ജയിലേക്ക് ചെന്നെത്താൻ കഴിയൂ എന്ന് വിവരിക്കപ്പെടുമ്പോ ഈ ശരീരത്തെ കുറിച്ചൊന്ന് ആലോചിച്ചേ സഹോദരാ. കഴിയുമോ നിനക്ക്? ഇത്രയും വലിയ ശരീരത്തെ പിടിച്ചിട്ട് അല്ലാഹു മലക്കുകളോട് പറയും, ഖുദൂ ഫഉല്ലൂ സുമ്മൽ ജഹീമ സുല്ലൂ. പിടിക്കവനെ, ചങ്ങല കൊണ്ട് വലിച്ചു മുറുക്കൂ, എന്നിട്ട് നരകത്തിലേക്ക് വലിച്ചെറിയൂ എന്ന് അല്ലാഹു തആല കൽപ്പിക്കുമ്പോ മലക്കുകൾ ഈ ലോകമാകുന്ന ശരീരത്തെ വലിച്ചു മുറുക്കിയിട്ട് നരകത്തിലേക്ക് വലിച്ചെറിയുന്നു. അല്ലാ, എന്റെ കടുവയിലെ അനുഗ്രഹീത മജ്‌ലിസിൽ ഒരുമിച്ച് കൂടിയ പിതാക്കളെ, എന്റെ പ്രിയപ്പെട്ട യുവാവേ, എന്റെ സ്നേഹനിധിയായ ഉമ്മ, എന്റെ പൊന്നു പെങ്ങളെ, മുത്തുനബി പഠിപ്പിക്കുമ്പോ ഇത്രയും വലിയ ലോകമാകുന്ന ശരീരത്തെ നരകത്തിലേക്ക് വലിച്ചെറിയേണ്ട താമസം, നരകത്തിലേക്ക് ചെന്ന് വീഴുന്ന ആദ്യ സെക്കൻഡിൽ തന്നെ ഈ ശരീരം ചാരമാകുന്നു, ഈ ശരീരം കത്തിയമരുന്നു, ഈ ശരീരത്തിന്റെ തലച്ചോറുകൾ മുഴുവനും തിളച്ചു മറിഞ്ഞിട്ട് കുഴമ്പ് രൂപത്തിൽ തീക്കട്ടകളായി ആമാശയത്തിലൂടെ വെന്തുരുകിയിട്ട് മലദ്വാരത്തിലൂടെ പുറത്തേക്ക് നിർഗളിക്കുന്നു. അല്ലാ, തഫക്കറതു ഫീ ഹസ്രി
ويوم قيامتي ويصبح خدي في المقابر ثابيا تفكرت في طول الحساب وعرضه وذل مقامي حين أعطى كتابيا ولكن رجائي فيك ربي وخالقي بأنك تغفر يا إلهي خطائيا وما هو بميت പക്ഷേ ഒരു സെക്കൻഡ് കൊണ്ട് തീർക്കാൻ അല്ലാഹു തആല അനുവദിക്കില്ല, നിശ്ചയിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ ശരീരം ചാരമാകുന്നതിനോട് അടുക്കുമ്പോൾ അല്ലാഹു തആല വീണ്ടും ശരീരത്തെ തിരിച്ചു കൊടുക്കും. പഴയ മാംസവും മജ്ജയൊക്കെ തിരിച്ചു തരും ഈ വലിയ ശരീരത്തിന്. കുല്ലമാ നബ്ജത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു, അവരുടെ തോലുകൾ വെന്തുരിഞ്ഞ് തീരുമ്പോൾ വീണ്ടും അവർക്ക് തോല് കൊടുക്കും. അങ്ങനെ ഒരു ദിവസത്തിന്റെ സമയം തീരുന്നതിന്റെ ഇടയിൽ, അഥവാ 24 മണിക്കൂർ സമയം തീരുന്നതിന്റെ ഇടയിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചാരത്തോട് അടുത്തു പോകുന്ന തരത്തിൽ 70,000 തവണ ഈ ശരീരത്തെ ചുട്ടരിച്ചു. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഒരു കുട്ടിക്ക് താങ്ങുമോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? ഈ വിഷയം അവസാനിക്കുന്നതിന് മുമ്പ് അബൂ റബീഅന് സ്വന്തം ശരീരത്തോട് നിങ്ങളോടും ചോദിക്കാനുള്ളത് ഇതാണ്: ഒരു കുട്ടിക്ക് താങ്ങുമോ? അല്ലാഹു തീപ്പൊട്ട് പോലെ കത്തിയമർത്തുമ്പോ 24 മണിക്കൂർ സമയം കൊണ്ട് 70,000 തവണ ചുട്ടരിച്ച് ചാമ്പലാക്കി. മരിക്കാൻ കൊതിക്കുമ്പോൾ മരണത്തോട് അടുക്കുന്ന നേരത്ത് മരിപ്പിക്കാതെ വീണ്ടും ശരീരത്തെ തിരിച്ചു കൊടുത്തിട്ട് 24 മണിക്കൂർ കൊണ്ട് 70,000 തവണ ചുട്ടടിച്ച് തീർക്കുമ്പോ ഒരു കുട്ടി താങ്ങി നിൽക്കുമോ? പ്രിയപ്പെട്ടവരെ, ഇവിടെയാണ് നമ്മുടെ ആദർശ ജിഹ്വയായ വിശുദ്ധ ഖുർആനിലൂടെ നരകത്തിന് വേണ്ടി പണിയെടുക്കാതിരിക്കാൻ കർമ്മലോകത്തെ വിശദീകരിക്കുന്നതിനേക്കാൾ അപ്പുറം അല്ലാഹു മുന്നറിയിപ്പ് തന്നത്, അല്ലാഹു താക്കീത് തന്നത്. അല്ലാഹുവിന്റെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം 1000 തവണ ഒരു പിതാവ് നൽകുന്ന വാത്സല്യത്തിനപ്പുറം, ഒരു പിതാവ് മകനോട് കാണിക്കുന്ന കാർക്കശ്യത്തിന്റെ ഗൗരവത്തിന്റെ നിലപാടിനപ്പുറം എന്നോടും നിങ്ങളോടും 100% സ്നേഹമുള്ള ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ നരകത്തിന്റെ പണിയെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് തവണ പറഞ്ഞത് വെറുതെയല്ല പ്രിയപ്പെട്ടവരെ. താങ്ങില്ല ഞാൻ നിങ്ങളോ, സഹിക്കാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് ആ ചിന്തകളൊക്കെ അവസാനിപ്പിക്കുക, അള്ളാഹുവിലേക്ക് മടങ്ങുക. മടങ്ങിയേ പറ്റൂ. മുൻഗാമികൾ അങ്ങനെ ജീവിച്ചവർ, ഇന്നലെ ഞാൻ പറയില്ലേ ദുമൂഉ സ്വാലിഹീനൊക്കെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, അവരൊക്കെ അത്തരത്തിൽ ജീവിക്കുമ്പോൾ സ്വയം ആലോചിച്ചോ എന്തർഹതയാണ് നമുക്കുള്ളത്. അതുകൊണ്ട് കണ്ണുനീര് കൊണ്ടെങ്കിലും സ്വർഗം വിലക്ക് വാങ്ങിച്ചു. മനുഷ്യന് തെറ്റുകൾ വരില്ല എന്നല്ലേ, കുറ്റബോധം വരണം. അതില്ലാതെ ലെവലേശം ലാഘവത്തോടെ വീണ്ടും വീണ്ടും തെറ്റുകൾ ചെയ്യുന്ന ഈ പ്രവണത ഉണ്ടല്ലോ അവസാനിപ്പിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൊട്ടിക്കരഞ്ഞു നമ്മളെ ഓർത്തിട്ട്. അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. നമ്മളെ ഓർത്തിട്ട് നബി തങ്ങൾ പൊട്ടിക്കരഞ്ഞു. പ്രിയപ്പെട്ടവരെ, നബിയെ ഓർത്തിട്ടല്ല. കാരണം അവിടത്തേക്ക് മഹ്ശറയോ നരകമോ പേടി വേണ്ട. കാരണം അല്ലാഹു തആല വാഗ്ദത്തം ചെയ്തതാണ് ഈ ഒരു ആയത്തിലൂടെ. അതുകൊണ്ട് ആ പേടി നബിക്കില്ല. പക്ഷേ നമ്മളെ ഓർത്തിട്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പൊട്ടിക്കരയുന്ന നബിയുടെ മുമ്പിലേക്ക് ചെന്നിട്ട് ചോദിച്ചു, എന്തിനാണ് മുത്തുനബി എന്റെ പ്രിയപ്പെട്ട ഉപ്പ അവിടെ നിന്ന് നിലവിളിക്കുന്നതെന്ന് ചോദിച്ചു. എന്റെ പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൊന്നമോളെ, ജിബ്രീൽ എന്റെ മുമ്പിൽ വന്നു. കുറെ മുമ്പ് ജിബ്രീൽ വന്നിട്ട് നരകത്തിന്റെ 7 തട്ടും എനിക്ക് വിവരിച്ചു തന്നു. അതിൽ 6 തട്ടും വിവരിച്ചു. അതിനകത്ത് കിടക്കുന്ന സമുദായത്തെയും പറഞ്ഞെന്നു ഞാൻ കേട്ടു. പക്ഷെ 7ാമത്തെ തട്ട് പറഞ്ഞിട്ട് സമുദായത്തെ പറഞ്ഞില്ല. ആരായിരിക്കും ആ സമുദായം? പ്രിയപ്പെട്ടവരെ, ആരായിരിക്കും ആ സമുദായം എന്ന് ആലോചിക്കുക. നമ്മളെങ്ങാനും അതിൽ പെട്ടുപോയാൽ പിന്നെ വാക്കുകളില്ല പറയാൻ. നമ്മുടെ ഭാഷയ്ക്ക് വാക്കുകളില്ല പ്രിയപ്പെട്ടവരെ. അത് പതിച്ചവരെന്നോ ദൗർഭാഗ്യവരെന്നോ ദുര്യോഗികളെന്നോ നിന്ദ്യരെന്നോ ശാപജന്മങ്ങളെന്നോ അതുകൊണ്ടൊന്നും തീരില്ല പ്രിയപ്പെട്ടവരെ. ആ വാക്കുകളൊക്കെ ആ സ്ഥാനത്താണ്. അതുകൊണ്ട് പെടാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ദുആകൾ ഈ വിനീതനെയും കുടുംബത്തെയും കൂടെ ഉൾക്കൊള്ളിക്കുക.
എന്ന് എനിക്ക് പറയാനുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളെ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ജിബ്രീൽ ഏഴാമത്തെ തട്ട് വിവരിച്ചിട്ട് പറയാതെ മാറി നിന്നപ്പോൾ ഞാൻ വിളിച്ചു, ജിബ്രീൽ, ആരെയാണ് ജിബ്രീലേ നീ ഏഴാമത്തെ തട്ടിൽ കണ്ടത്? ജിബ്രീൽ മിണ്ടുന്നില്ല. ജിബ്രീൽ നബിയുടെ മുഖത്തേക്ക് നോക്കുന്നില്ല. അല്ലാഹുവിന്റെ മുത്തുനബി വീണ്ടും ചോദിച്ചു, ജിബ്രീലേ, നരകത്തിന്റെ ഏഴാമത്തെ തട്ടിൽ നീ കണ്ടതാരെയാണ് ജിബ്രീൽ? ജിബ്രീൽ മിണ്ടുന്നില്ല. അവസാന നബിത്തങ്ങൾ ജിബ്രീലിനോട് ചോദിച്ചു, ജിബ്രീലേ, നീ ഏഴാമത്തെ തട്ടിൽ കണ്ടത് എന്റെ സമുദായമല്ലേ ജിബ്രീൽ? എന്റെ സമുദായത്തിൽ നിന്ന് അതിക്രമം പ്രവർത്തിച്ച പാവികളല്ലേ ജിബ്രീൽ? നിസ്കരിച്ചുകൊണ്ട് നിസ്കാരത്തിന്റെ പ്രതിഫലം പോലും ഇല്ലാതാക്കുന്ന കള്ളു കുടിക്കുന്നവരാണ് നമ്മിൽ പലരും. നോമ്പ് പിടിച്ചുകൊണ്ട് വ്യഭിചരിക്കുന്നവരാണ് നമ്മിൽ പലരും. ദാനധർമ്മം ചെയ്തുകൊണ്ട് പലിശ തിന്നുന്നവരാണ് നമ്മിൽ പലരും. ആലോചിച്ചോ സഹോദരാ, ചെയ്യുന്ന ഇബാദത്തുകളെ പോലും വിഴുങ്ങിക്കളയുന്ന കിരാതമായ അതിക്രമങ്ങൾ ജീവിതത്തിൽ ചെയ്യുന്നവരാണ് നമ്മളെങ്കിൽ അതിന്റെ പേരിലാണ് ഒരു വിഭാഗത്തിന് ഏഴാമത്തെ തട്ടെന്ന് പഠിപ്പിക്കുമ്പോ പൊന്നമോളോട് നബിത്തങ്ങൾ പറഞ്ഞ്, പൊന്നമോളെ ഫാത്തിമ, അങ്ങനെ എന്റെ സമുദായത്തിലുള്ള ദുര്യോഗികളല്ലേ എന്ന് ചോദിച്ചപ്പോ ജിബ്രീൽ സമ്മതിച്ചു. ആ സമ്മതമാണ് എന്നെ പൊട്ടിക്കരഞ്ഞതെന്ന് കഴിയിപ്പിച്ചതെന്ന് നബി പഠിപ്പിക്കുമ്പോ എന്റെ കടുവയിലെ ഉമ്മ, ആ നബി കരഞ്ഞത് നിന്നെ ഓർത്തിട്ടാകരുതേ ഉമ്മ. ഞാൻ അവസാനിപ്പിക്കട്ടെ. നാളെ നരകത്തിലേക്ക് കൊണ്ടുവരുമ്പോ ഓരോ സമുദായത്തെയും ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് വലിച്ചിഴക്കപ്പെട്ട നരകത്തിലേക്ക് കൊണ്ടുപോകുന്നു. പക്ഷേ ഒരു സമുദായത്തെ മാത്രം ചങ്ങല കൊണ്ട് ബന്ധിക്കുന്നില്ല. അവരെ മാത്രം മാന്യതയോടെ കൊണ്ടുവരുമ്പോ മാലിക് അലൈഹിസ്സലാം ചോദിക്കുന്നു, കൂട്ടരെ, നിങ്ങൾ ആരാണ്? നിങ്ങൾ ഏത് നബിയുടെ സമുദായമാണ്? ഉടനെ ഈ കൗമ തിരിച്ചു പറയുന്നു, ഈ കൗമാണ് അല്ലാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഇവര് തിരിച്ചു പറയുന്ന, മാലിക്കേ, ഞങ്ങളുടെ പ്രവാചകന്റെ പേര് പോലും ഞങ്ങളുടെ മനസ്സിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. കാരണം അത്തരത്തിൽ ഞങ്ങളുടെ മുത്തുനബിയോട്, ഞങ്ങളുടെ പ്രവാചകനോട് ഞങ്ങൾ അനുസരണക്കേട് കാണിച്ചു. പക്ഷേ ഞങ്ങൾക്കൊന്നറിയാം, ഞങ്ങൾ ഖുർആൻ അവതീർണമായ സമൂഹമാണ്. ഉടനെ മാലിക് ചോദിക്കുന്നു, അപ്പൊ നിങ്ങൾ മുത്തുനബിയുടെ സമുദായമാണോ? മുഹമ്മദ് നബി എന്ന് കേൾക്കുമ്പോ ഈ സമുദായത്തിൽപ്പെട്ട അതിക്രമകാരികൾ വാവിട്ട് നിലവിളിക്കുന്നു. പരസ്പരം സമാധാനിപ്പിക്കാനുള്ള വാക്കുകളില്ലാതെ തേങ്ങി തേങ്ങി നിലവിളിക്കുന്നു. ഉടനെ മാലിക് അലൈഹിസ്സലാം കരച്ചിൽ കണ്ട് അത്ഭുതപ്പെട്ടു നിന്നിട്ട് ചോദിക്കുന്നു, അല്ല കൂട്ടരെ, ഇതൊന്നൊരു കരച്ചിലാണ്, എങ്ങനാ നിങ്ങൾക്ക് കരയാൻ കഴിയുന്നു? ഈ തേങ്ങലല്ലേ ഭൂമിലോകത്തെ മനുഷ്യരുടെ തേങ്ങലുകൾ? ഭൂമിലോകത്തെ മനുഷ്യരുടെ കണ്ണുനീരുകളും അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് അങ്കുരിക്കുന്ന തേങ്ങലുകളും എനിക്ക് വേണ്ടിയാകുമ്പോ അത്തരത്തിലുള്ള അടിമകൾക്ക് ഞാൻ മാപ്പ് കൊടുക്കുമെന്ന് അല്ലാഹു ഞങ്ങളെ അറിയിച്ച തേങ്ങൽ ഇതാണോ? അതാണോ ഈ കരച്ചിൽ? ഇതെവിടെ നിന്നാ ഈ തേങ്ങൽ വരുന്നത്? എവിടെ നിന്നായി നൊമ്പരം വരുന്നത്? നൊമ്പരമറിയാത്ത മലക്കുകൾ, കരയാനറിയാത്ത മലക്ക് മാലിക് അലൈഹിസ്സലാം ചോദിക്കുന്നു. എന്നിട്ട് ചോദിക്കുന്നു, കൂട്ടരെ, നിങ്ങൾക്ക് ഈ തേങ്ങലുകളും ഈ കരച്ചിലുകളോ നിങ്ങൾ ദുനിയാവിൽ വെച്ച് അതിക്രമം പ്രവർത്തിച്ചു പോകട്ടെ, ആ അതിക്രമത്തിന്റെ പേരിൽ മരിക്കുന്നതിന് മുമ്പ് കരയാമായിരുന്നില്ലേ കൂട്ടരെ? അവിടെ വെച്ച് നിങ്ങൾ കരഞ്ഞിരുന്നുവെങ്കിൽ ഈ നരകത്തിന്റെ കരയിൽ വന്ന് നിങ്ങൾക്ക് കരയേണ്ടി വരുമായിരുന്നോ എന്ന് മാലിക് ചോദിക്കുമ്പോ ഈ കൂട്ടർ മാലിക്കിനോട് യാചിക്കുന്നു, മാലിക്കേ, ഞങ്ങളെല്ലാം നഷ്ടപ്പെട്ടവരാണ്. ഞങ്ങൾ നിസ്കരിച്ചുകൊണ്ട് കള്ളു കുടിച്ചവരാണ്. ഞങ്ങൾ നോമ്പ് പിടിച്ച് വ്യഭിചരിച്ചവരാണ്. ഞങ്ങൾ വാഴ പറഞ്ഞിട്ട് നേരെ അതിക്രമം പ്രവർത്തിച്ചവരാണ്. അങ്ങനെ എല്ലാം തുലഞ്ഞ ഭാഗ്യം കെട്ട ജന്മങ്ങളായി ഞങ്ങൾ അധപ്പതിക്കുമ്പോൾ ഈ നരകത്തിലേക്ക് വീഴുന്നതിന് മുമ്പ് ഒരൽപ്പമൊന്ന് കരയട്ടെ മാലിക്കേ, കരയാരെങ്കിലും ഞങ്ങളെ അനുവദിക്കൂ മാലിക്കേ എന്ന് മാലിക്കിനോട് കൂട്ടർ വിലപിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട ഉമ്മ,
നാളെ നരകത്തിന്റെ ചാര നിന്ന് മാലിക്കിനോട് കരയാൻ വേണ്ടി വിലപിക്കുന്ന നാവാക്കി നിന്റെ നാവ് മാറ്റരുതേ ഉമ്മാ. നാളെ നരകത്തിന്റെ മുമ്പിൽ നിന്ന് എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടൊന്ന് കരയാൻ കൊതിക്കുന്ന മാലിക്കിനോട് യോജിക്കേണ്ടി വരുന്ന ഒരു യാചനയുടെ തൊണ്ടയാക്കി എന്റെ പൊന്നുമോളെ, ആ യാചന വരുന്നത് നിന്റെ തൊണ്ടയിൽ നിന്നാകരുതേ പെങ്ങളെ. ഈ യാചന കേൾക്കുമ്പോ മാലിക് മാറി നിൽക്കുന്നു. ഇവര് സമാധാനമില്ലാതെ പൊട്ടിക്കരയുന്നു. കരഞ്ഞ അവര് ദുനിയാവിൽ ചെയ്ത അതിക്രമങ്ങൾ അവരാണോ നമ്മളാണോ അറിയില്ല പ്രിയപ്പെട്ടവരെ. കരഞ്ഞ അവസാനം കണ്ണുനീര് തീരുമ്പോ അല്ലാ കണ്ണുകളിൽ നിന്ന് രക്തമൊഴുകുന്നു. ആ രക്തം അവരുടെ ശരീരങ്ങളിലൂടെ ചാലിട്ടൊഴുകിയിട്ട് നരകത്തിലേക്ക് തന്നെ ഒലിച്ചിറങ്ങുന്നു. എന്റെ കടുവയിലെ സഹോദരാ, നരകത്തിന്റെ ആരവങ്ങളെന്ന വിഷയം ശ്രവിച്ച് അവസാനിക്കുന്ന നേരത്തിൽ അബൂ റബീഅ് സ്വന്തം ശരീരത്തോടും നിങ്ങളോടും പറയാറുള്ളത്, നാളെ നരകത്തിൽ വെച്ച് നരകത്തിന്റെ കരയിൽ വെച്ചിട്ട് രക്തമൊഴുകുന്ന കണ്ണ് നമ്മുടെ കണ്ണാകല്ലേ പൊന്നുമോനെ. എന്റെ പ്രിയപ്പെട്ട പിതാവേ, രക്തമൊഴുകുന്ന കണ്ണ് നിന്റെ കണ്ണാക്കല്ല. സമയം കഴിയുമ്പോ മാലിക് വന്നിട്ട് നരകത്തിലേക്ക് വലിച്ചെറിയുന്നു. അല്ലാ, നരകത്തിൽ കിടന്നുകൊണ്ട് അല്ലാഹു നിശ്ചയിച്ച കാലമത്രയും അനുഭവിക്കുന്നു. യാ മാലിക് ഖദ് നളിജത് അലൈനൽ ജുലൂദ്, യാ മാലിക് ഖദ് സാല മിന്ന സദീദ്, യാ മാലിക് ഖദ് ഹഖ അലൈനൽ അദാബ്, യാ മാലിക് ഖദ് ഹമിയ അലൈനൽ വഖൂദ്. യാചനയുടെ വിലാപത്തിന്റെ ശബ്ദങ്ങളാ പ്രിയപ്പെട്ടവരെ വിവരിക്കുന്നില്ല. അവസാനം മാലിക്കിൽ നിന്ന് രക്ഷ കിട്ടാതെ വരുമ്പോ റബ്ബിലേക്ക് തിരിഞ്ഞുകൊണ്ട് യാചിക്കുന്ന നരകവാസികളുടെ യാചനകൾ ഖുർആൻ വിവരിക്കുന്നു. അതിന്റെ ഏറ്റവും അവസാനത്തെ വാക്കേതെന്നറിയുമോ? റബ്ബനാ അഖ്രിജ്നാ മിൻഹാ ഫഇൻ ഉദ്നാ ഫഇന്നാ ളാലിമൂൻ. നരവകാശികളുടെ അവസാനത്തെ വാചകം ഇതാണെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. പക്ഷേ അവർക്ക് മാപ്പില്ല, അവർക്ക് രക്ഷയില്ല. ഉടനെ അല്ലാഹു തആല തിരിച്ചു പറയുന്നു, ഇഖ്സൗ ഫീഹാ വലാ തുകല്ലിമൂൻ. മിണ്ടരുതിവിടെ, ഒരക്ഷരം ഉരിയാടരുതിവിടെ. നിന്ദ്യരായി ശവാപമേറ്റവരായി നമ്മുടെ കോപത്തിന് പാത്രമായവരായി നിശ്ചയിക്കപ്പെട്ട ശിക്ഷകൾ മുഴുവനും അനുഭവിച്ചോ. ഇഖ്സൗ ഫീഹാ വലാ തുകല്ലിമൂൻ എന്നല്ലാഹു തആല ഗർജനത്തോടെ ശപിക്കുമ്പോ, എന്റെ പെങ്ങളെ, ആ ശാപം നിന്റെ ശരീരത്തിന് വരുത്തി വെക്കല്ല. എന്റെ സഹോദരാ, ആ ശാപം താങ്ങൂല സഹോദരാ. അതുകൊണ്ട് ആ ശാപത്തിന് വേണ്ടി അതിക്രമത്തിന് ശരീരത്തെ വിട്ടുകൊടുക്കണ്ട. അല്ലാഹു മിണ്ടരുതെന്ന് ശപിച്ചു തീരുമ്പോ പിന്നെ മിണ്ടാൻ ഇവർക്ക് കഴിയുന്നില്ല. അതാബിന്റെ പേരുള്ള അതാപാടിത്. കാരണം ഭർത്താവ് നഷ്ടപ്പെട്ട, അപ്രതീക്ഷിതമായി നഷ്ടപ്പെട്ട ഭാര്യയുടെ മനസ്സ് തിങ്ങിവെട്ടുമ്പോ ഒന്ന് നിലവിളിച്ചാൽ ഒരൽപ്പം ആശ്വാസം കിട്ടുമെങ്കിൽ, ഇവിടെ നരകത്തിന്റെ തീനാളങ്ങൾ ഉള്ളും പുറവും ആളിപ്പടർത്തുമ്പോ, പർവ്വത സമാനമായ തേളുകൾ കുത്തിനോവിക്കുമ്പോ, ആകാശത്തോളം വലിപ്പമുള്ള സർപ്പങ്ങൾ വിഷങ്ങൾ ഊതിയിട്ട് കൊത്തിനോവിക്കുമ്പോ ഒരൽപ്പമൊന്ന് നിലവിളിക്കാൻ കഴിഞ്ഞാൽ ഒരൽപ്പം ആശ്വാസം കിട്ടുമെങ്കിൽ, ആശ്വാസത്തിന്റെ അർഹതയും അല്ലാഹു കട്ട് ചെയ്യുകയാണ്. മിണ്ടാൻ ഇവർക്ക് കഴിയുന്നില്ല. അസ്വാതുഹും കഅസ്വാതിൽ ഖിലാബ്. പിന്നെ മിണ്ടരുതെന്ന് പറഞ്ഞല്ല ശപിക്കുന്നതോടുകൂടി മിണ്ടാട്ടം തീർന്നു. പിന്നെ നരകത്തിൽ കിടന്നുകൊണ്ട് കരയേണ്ടി വരുമ്പോ
പാതിരാത്രികൾ നമ്മുടെ പള്ളിക്കാട്ടിന്റെ ഓരത്തിരുന്ന് കൊണ്ട് എന്തോ കണ്ട് പേടിച്ചിട്ടു നമ്മുടെ ഉറക്കത്തെ പോലും കെടുത്തിക്കളയുന്ന തരത്തിലുള്ള ഒരു വല്ലാത്ത വിളിയാളമുണ്ടല്ലോ, നായകളുടെ ഓരിയിടൽ. ഇതേപോലെ നരകത്തിന്റെ ഉള്ളറകൾ കിടന്ന് ശരീരം കത്തിയെരിയുമ്പോൾ നായകളെ പോലെ ഓരിയിട്ടുകൊണ്ട് നിശ്ചയിക്കപ്പെട്ട കാലം അത്രയും നരകം അനുഭവിക്കേണ്ടി വരുമെന്ന് മുത്തനബിയുടെ തിരുവചനങ്ങളും മഹാത്മാക്കളും പഠിപ്പിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ ശരീരത്തോട് നിങ്ങളോട് ഉണർത്താനുള്ളത്, ഈ നരകം നമുക്ക് വേണോ? ഈ നരകത്തിന് വേണ്ടി പണിയെടുക്കണോ വേണ്ടയോ? നമുക്ക് ആലോചിക്കാം. അല്ലാഹു കുറ്റബോധത്തിൻ്റെ മജ്‌ലിസാക്കി നമ്മുടെ മജ്‌ലിസ് കബൂലാക്കുമാറാകട്ടെ. ഈ വിഷയം പറയുകയും കേൾക്കുകയും ചെയ്തതിൻ്റെ ഫലമായി വേദനിക്കുന്ന ഹൃദയങ്ങളെ മാനിച്ചുകൊണ്ട്, നിറഞ്ഞ കണ്ണുകളെ മാനിച്ചുകൊണ്ട് അല്ലാഹു നമുക്കേവർക്കും സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദാ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا ونبينا محمد. اللهم أنزله المقعد المقرب عندك يوم القيامة. أرحم الراحمين يا الله ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരണേ അല്ലാഹ്. ഞങ്ങളുടെ ഈമാൻ സലാമത്താക്കി തരണേ അല്ലാഹ്. പടച്ചവനെ, ഓരോ രാവുകളിലും പകലുകളിലും നിന്റെ നരകത്തിന് വില പറയുന്ന തരത്തിൽ ഒരുപാട് തെറ്റുകൾ ചെയ്ത പാപികളാണേ അല്ലാഹ്. ഞങ്ങൾ സമ്മതിക്കുന്നു റബ്ബേ, കുറ്റബോധത്തോടെ യാചിക്കുന്നു അല്ലാഹ്. ഭീകരമായ നിന്റെ നരകം ഞങ്ങൾ താങ്ങൂല റബ്ബേ. നീ ഞങ്ങൾക്ക് പുറത്തു തരാതെ ഞങ്ങളെ അന്ത്യം കുറിച്ചാൽ, തൗബ ചെയ്യാതെ, നിന്റെ റഹ്മത്ത് കിട്ടാതെ, നിന്റെ സ്നേഹം കിട്ടാതെ ഞങ്ങൾ മരിക്കേണ്ടി വന്നാൽ ഉറപ്പാണ് റബ്ബേ, നരകത്തിന്റെ കോടിക്കണക്കിന് വർഷം കത്തിയമർത്തപ്പെടുന്ന വിറകുകളാണ് ഞങ്ങളല്ലാഹ് അല്ലാഹ്. അതുകൊണ്ട് റബ്ബേ, മാപ്പ് തരണേ അല്ലാഹ്, പുറത്തു തരണേ അല്ലാഹ്. പൊറുക്കപ്പെടാതെ മരിപ്പിക്കരുതേ അല്ലാഹ്. ഞങ്ങളെ നരകം കാണിക്കരുതേ അല്ലാഹ്. അക്രമം വന്നുപോയവര് പോലും നരകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ദുനിയാവിന്റെ തീക്കട്ടകൾ നിന്നോട് യാചിച്ചു ചോദിച്ചുവെങ്കിൽ റബ്ബേ, ഞങ്ങൾക്ക് കഴിയൂല അല്ലാഹ്, ഞങ്ങൾക്കാവൂല റബ്ബേ. അതുകൊണ്ട് നരകം ഞങ്ങൾക്ക് ഹറാമാക്കണേ അല്ലാഹ്. സ്വർഗം നിർബന്ധമാക്കണേ അല്ലാഹ്. അർഹമുർറാഹിമായ തമ്പുരാനെ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത മുഅ്മിനീങ്ങളുടെ മുറാദുകളൊക്കെ ഹാസിലാക്കണേ അല്ലാഹ്. രോഗത്തിന്റെ പേരിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് റബ്ബേ, അവരുടെ രോഗങ്ങളൊക്കെ ശിഫയാക്കണേ അല്ലാഹ്. ഇവിടെ ഒരുമിച്ച് കൂടിയ ഹൃദയങ്ങൾ നൊമ്പരമായി മാറിയ ഈ മുഅ്മിനീങ്ങളുടെ മനസ്സുകൾ വെച്ചുകൊണ്ട് യാചിക്കുന്ന റബ്ബേ, നിഷ്കളങ്കരായ ഉമ്മമാരെ, സഹോദരിമാരുടെ മനസ്സുകൾ നിന്നോട് നൊമ്പരത്തോടെ യാചിക്കുമ്പോ ആ നൊമ്പരമുള്ള കൽബുകൾ വെച്ചുകൊണ്ട് യാചിക്കുന്നു അല്ലാഹ്. ഇജാബത്തിന് കാരണമാകുന്ന സ്വർഗത്തിന്റെ മുത്തുമക്കളുള്ള ഈ മജ്‌ലിസിൽ വെച്ച് ചോദിക്കുന്നു റബ്ബേ, ഇൽമുള്ള ഖൽബുകളെ വെച്ചുകൊണ്ട് യാചിക്കുന്നു റബ്ബേ. രോഗികളുടെ രോഗങ്ങളൊക്കെ ശിഫയാക്കണേ അല്ലാഹ്. അനുഗ്രഹീത മജ്‌ലിസിന് വേണ്ടി ഓടി നടക്കുന്നതിന്റെ ഇടയിൽ പോലും പരീക്ഷണം പോലെ സ്വന്തം ഭാര്യയുടെ വേദനാജനകമായ രോഗം കേട്ട് ഞെട്ടിത്തെറിച്ചിട്ടും നിന്റെ വിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ പുണ്യമാർന്ന മജ്‌ലിസ് അവസാനിക്കുന്നത് വരെ ക്ഷമയോടെ കാത്തിരുന്നത് കൊണ്ട് പകരമായി എന്റെ പ്രിയപ്പെട്ട സഹോദരന്റെ ഭാര്യയിലൂടെ സന്തോഷം നൽകണേ അല്ലാഹ്. ദുനിയാവും ആഖിറവും നന്നാക്കി കൊടുക്കണേ അല്ലാഹ്. അതിന് സഹായകമായ ഇണയാക്കണേ അല്ലാഹ്.
ആരോഗ്യവും ആഫിയത്തും സിഹത്തും അങ്ങോളം നീണ്ടു നൽകണേ റബ്ബേ. പടച്ചവരെ, ഞങ്ങളുടെ ഇണകളെ കൊണ്ട് ഞങ്ങൾക്ക് സംതൃപ്തി തരണേ അല്ലാ. ഞങ്ങളെ കൊണ്ട് അവർക്കും സംതൃപ്തി തരണേ അല്ലാ. അവര് ഞങ്ങളെയോ ഞങ്ങൾ അവരെയോ നോക്കുന്ന വികാരത്തിന്റെ നോട്ടം മറ്റൊരാളിലേക്ക് നോക്കേണ്ട സാഹചര്യം നീ തരല്ലേ അല്ലാ. അതുപോലെ പടച്ചവനെ, ഉമ്മയുടെ രോഗത്തിന്റെ മൂർധന്യതയിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത പൊന്നുമോന്റെ ഉമ്മയുടെ രോഗം നീ ശിഫയാക്കണേ അല്ലാ. എന്ത് തരത്തിലുള്ള രോഗമാണെങ്കിലും ശിഫയാക്കണേ അല്ലാ. നീ ഖൈറ് നിശ്ചയിക്കണേ അല്ലാ. ആഫിയത്ത് നൽകണേ അല്ലാ. ശിഫാ കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാ. ഇവിടെ ഒരുമിച്ച് കൂടിയ മുത്തഅല്ലിമീങ്ങൾ പടച്ചവനെ, അവരെ മുഴുവനെയും നീ ദീനിന്റെ മക്കളാക്കണേ അല്ലാ. പടച്ചവരെ, ഇവിടെ ഒരുമിച്ച് കൂടിയ പിതാക്കൾ റബ്ബേ, ഉമ്മമാരവരുടെ അനാരോഗ്യങ്ങൾ മറന്നുകൊണ്ട് ഇത്രയും നേരം നിനക്ക് വേണ്ടി ചിലവഴിച്ചപ്പോ ഇതിന്റെ ബറക്കത്ത് കൊണ്ട് റബ്ബേ, അവരനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് മുഴുവനും നീ പരിഹാരം നൽകണേ അല്ലാ. ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരിമാരെ സംരക്ഷിക്കണേ അല്ലാ. അർഹമർ റഹീമായ റബ്ബേ, ഇവിടെ ഒരുമിച്ച് കൂടിയ ദീനിന്റെ പടവാളുകളാകുന്ന യുവാക്കൾ പല സ്ഥലങ്ങളിൽ നിന്നും യുവാക്കൾ എത്തിയിട്ടുണ്ട് റബ്ബേ. അവർക്ക് മുഴുവനും നീ ഖൈർ ചൊരിയണേ അല്ലാ. അവരെ ദീനിന്റെ കാവൽ വിളക്കുകളാക്കണേ അല്ലാ. അവരെ പാവങ്ങളുടെ അവലംബങ്ങളെ താടികളാക്കണേ റബ്ബേ. ആലംബഹീനരുടെ അവലംബമാക്കണേ അല്ലാ. സനാതന മൂല്യങ്ങൾ ജീവിതത്തിന്റെ സംസ്കാരമാക്കിയവരാക്കണേ അല്ലാ. വിശുദ്ധ ദീനുൽ ഇസ്ലാമിന് വേണ്ടി വിയർപ്പൊഴുക്കുന്നവരാക്കണേ അല്ലാ. അനുഗ്രഹീതമായി ഈ മജ്ലിസിന് വേണ്ടി, പരിശുദ്ധമായ ഈ പള്ളിക്ക് വേണ്ടി, ഈ പള്ളിയുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുന്ന ഇവിടത്തെ പള്ളി പരിപാലകരാകുന്ന, പള്ളിക്ക് വേണ്ടി സേവനം ചെയ്യുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അവരുടെ ഓരോ തുല്യ വിയർപ്പുകൾക്കും നീ അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. ഈ മഹത്തായ മജ്ലിസിന് വേണ്ടി, പള്ളിക്ക് വേണ്ടി ഓടി നടക്കുമ്പോ, പരിശുദ്ധമായ നബിദിനത്തിന്റെ പരിപാടിക്ക് വേണ്ടി ഓടി നടക്കുമ്പോ, അവരുടെ ശരീരങ്ങളിൽ നിന്ന് നിർഗളിക്കുന്ന ഓരോ തുല്യ വിയർപ്പുകൾക്കും നിന്റെ വിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ധർമ്മസമരത്തിന് വേണ്ടി പുറപ്പെട്ട ധീര പോരാളികളുടെ ശരീരങ്ങൾ വെട്ടിമുറിക്കപ്പെടുമ്പോ ആ ശരീരങ്ങളിൽ നിന്ന് ചീറ്റിത്തെറിക്കുന്ന രക്തത്തുള്ളികൾക്ക് എന്ത് വിലയാണോ നീ നിശ്ചയിച്ചിട്ടുള്ളത്, അതേ വില തന്നെ ഇവരുടെ ഓരോ തുള്ളി വിയർപ്പുകൾക്കും നീടണേ അല്ലാ. അതിന്റെ ബറക്കത്ത് കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാ. ഈ പാവിയെ പോലെ, ഇർഷാദ് ഉസ്താദിനെ പോലെ, മുജീബ് ഉസ്താദിനെ പോലെ, ഞങ്ങളെ പ്രിയപ്പെട്ട ഹസ്രത്തിനെ പോലെ, ഇതുപോലെ ഈ പള്ളിയിലെ ഉസ്താദുമാരെ പോലെ, ഒരുമിച്ച് കൂടിയ ഉസ്താദുമാരെ പോലെ നിന്റെ ദീനിന് വേണ്ടി ഖിദ്മത്ത് എടുക്കുന്നവർക്ക് മുഴുവനും മരിക്കുവോളം ദീർഘായുസ്സോടെ ആഫിയത്തോടെ നിന്റെ ദീനിന്റെ ഖിദ്മത്ത് എടുക്കാനുള്ള ഭാഗ്യം തരണേ അല്ലാ. നിന്റെ ദുനിയാവും നിന്റെ തൃപ്തിയും പരസ്പരം വൈരുദ്ധ്യമാകുമ്പോ, ജനങ്ങളുടെ പുകഴ്ത്തലുകളും നിന്റെ പുകഴ്ത്തലും പരസ്പരം വൈരുദ്ധ്യമാകുമ്പോ, രണ്ടാമതൊന്നും ആലോചിക്കാതെ നിന്നെ തിരഞ്ഞെടുക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാ. സമൂഹ മധ്യത്തിൽ ഇറങ്ങുമ്പോ കിബിർ തരല്ലേ അല്ലാ, റിയാ തരല്ലേ അല്ലാ. 10 പേരെന്ന് കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്യുമ്പോ, ആരെങ്കിലും ഒന്ന് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുമ്പോ തരക്കേടില്ലെന്നുള്ള തോന്നൽ തരല്ലേ അല്ലാ. ഞങ്ങളെ മുഴുവനെയും നിന്റെ സ്വർഗത്തിൽ ഒരുമിപ്പിക്കണേ അല്ലാ. ഞങ്ങളുടെ ദുആക്ക് ഉത്തരം തരണേ അല്ലാ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 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 സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു
عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم